അഭിസംബോധന ചെയ്യാൻ പ്രിയങ്കരനായ TV അൻവറിനെ ആദരപൂർവ്വം പ്രിയങ്കരനായ അധ്യക്ഷന് വേണ്ടി ക്ഷണിക്കുകയാണ്. ബഹുമാനപ്പെട്ട ഫ്ലോറിയ 26ന്റെ ഉദ്ഘാടകൻ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് പ്രിയപ്പെട്ട മജീദ്, നിയോജക മണ്ഡലത്തിലെ UDFന്റെ ചെയർമാൻ കൂടിയായ അലിക്കുട്ടി മാഷ് ഉൾപ്പെടെ മുനിസിപ്പൽ ചെയർമാൻ ഉൾപ്പെടെയുള്ള വേദിയിലുള്ള യൂത്ത് ലീഗിന്റെയും നേതാക്കന്മാരെ, ഈ മുനിസിപ്പാലിറ്റിയിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട 23 ബഹുമാന്യരായ ജനപ്രതിനിധികളെ, ഈ മുനിസിപ്പാലിറ്റിയിൽ മത്സരിച്ച UDFന്റെ മറ്റുള്ള സ്ഥാനാർത്ഥികളെ, യൂത്ത് ലീഗ് പ്രവർത്തകരെ, എന്നെ ശ്രമിക്കുന്ന ഈ അങ്ങാടിയിലും പരിസരത്തുമുള്ള തൊഴിലാളി സുഹൃത്തുക്കളെ, ഓട്ടോറിക്ഷ ടാക്സി തൊഴിലാളികളെ, വ്യാപാരി വ്യവസായികളെ, പ്രവാസികളെ, വളരെ സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, സമയം വല്ലാണ്ട് വൈകിയിരിക്കുകയാണ്. മുജീബിന്റെ നല്ല കാതിലുള്ളൊരു പ്രസംഗം ഇവിടെ നടന്നു പോയിട്ടുണ്ടാകും എന്ന് ഞാൻ കരുതുകയാണ്. പിന്നെ ഒരു പ്രസംഗത്തിന് ഒരു ബോധവൽക്കരണത്തിന്റെ ആവശ്യം രാമനാട്ടുകരയിലെ ജനങ്ങൾക്കില്ല എന്നതിന്റെ തെളിവാണ് ഈ 23 മെമ്പർമാരെയും മഹാഭൂരിപക്ഷത്തിന് വോട്ട് ചെയ്ത് വിജയിപ്പിച്ച ജനതയുടെ മുന്നിലാണ് ഞാൻ നിൽക്കുന്നത് എന്ന ബോധ്യത്തിൽ തന്നെയാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത്. അതുകൊണ്ട് നീട്ടിപ്പരത്തി വിശദീകരിച്ച് പറയേണ്ട ഒരു കാര്യവുമില്ല. എല്ലാവർക്കും എല്ലാം മനസ്സിലായി കഴിഞ്ഞു. പിണറായി ഗവൺമെന്റ് ഒളിച്ചു വച്ചിരുന്ന പല കാര്യങ്ങളും ഓരോന്നോരോന്നായി കഴിഞ്ഞ 1.25 വർഷമായി കേരളത്തിലെ 3.5 കോടി ജനങ്ങളോട് ഒരു മനുഷ്യന് പറയാൻ പറ്റുന്നതിലപ്പുറം എല്ലാ നിലക്കും ആവർത്തിച്ച് ഞാൻ പറഞ്ഞ് പോന്നുകൊണ്ടേയിരുന്നതാണ്. ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ ഒരു മാസക്കാലം പ്രവർത്തനം കഴിഞ്ഞ് അധികാരത്തിലേറിയ ജനതയാണ് എന്റെ മുന്നിൽ നിൽക്കുന്നത്. 1.25 വർഷം മുമ്പ് കേരളത്തിലെ ജനങ്ങളോട് സൂചിപ്പിക്കപ്പെട്ട സംഗതികൾ ഓരോന്നായി പുറത്തു വന്നുകൊണ്ടേയിരിക്കുകയാണ്. അന്ന് പത്രമാധ്യമങ്ങൾ വഴി ഈ കാര്യങ്ങൾ പറയുമ്പോൾ കൂടെയുള്ളവർക്ക് പോലും അത്രത്തോളം ഉണ്ടോ, അങ്ങനെയൊക്കെ തന്നെയാണോ എന്ന് സംശയിച്ചവർ എന്നോടൊപ്പം നിന്നവരുടെ കൂട്ടത്തിൽ തന്നെ ഉണ്ടായിരുന്നു. എനിക്കൊരൊറ്റ വിശ്വാസമാണ് ഉണ്ടായിരുന്നത്, കാലം എല്ലാം തെളിയിക്കും. അത് തെളിഞ്ഞു വരികയാണ്. ഇന്ന് പോറ്റിക്ക് ജാമ്യം കിട്ടി എന്നാണ് ഇപ്പോൾ ഇങ്ങോട്ട് വരുന്ന വഴി കേൾക്കാൻ കഴിയുന്നത്. അപ്പോൾ ഒരു ഭരണ സംവിധാനം പരിപൂർണമായും വർഗീയവാദികളും കൊള്ളസംഘവുമായി കഴിഞ്ഞാൽ കേരളത്തിന്റെ സാമൂഹിക വ്യവസ്ഥക്ക് എന്ത് സംഭവിക്കുമെന്ന ഒരാദി അന്നും എനിക്കുണ്ട്, ഇന്നും എനിക്കുണ്ട്. ഈ സ്റ്റേജിൽ നിന്ന് ഈ സദസ്സിലേക്ക് നോക്കുമ്പോൾ നിസ്കാരത്തായ്പുള്ളവരും നല്ല കുറിയൊട്ടവരും ഈ സദസ്സിൽ ഇരിക്കുന്നുണ്ട്. ഇതാണ് കേരളം. രാമനാട്ടുകര അങ്ങാടിയിലെ ചെറിയ ഒരു പെട്ടിപ്പേടികയിൽ നിന്ന് ഒരു ചായ വാങ്ങി 2ആയി പകുത്ത് ഭാസ്കരനും മുഹമ്മദ് കയും കുടിക്കുന്ന നാടാണ് നമ്മുടെ നാട്. ആ നാടിനെ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളെ പോലെ വഷളാക്കാനുള്ള വലിയൊരു ശ്രമം ആരംഭിക്കുന്നതിന്റെ ലക്ഷണങ്ങൾ കണ്ടപ്പോഴാണ് 8.5 വർഷക്കാലത്തോളം ആ ഗവൺമെന്റിനോടൊപ്പം നിന്ന് അവർക്ക് വേണ്ടി ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലക്ക് സാധ്യമായ എല്ലാ ഇടപെടലുകളും നടത്തിയ ഒരു വ്യക്തിയാണ്. എന്നെ ശ്രമിക്കുന്ന നിങ്ങളിൽ പലരും അന്ന് എന്നെ എതിർത്തവരാണ്.
പക്ഷേ കാര്യങ്ങൾ നമ്മൾ ആരും പ്രതീക്ഷിക്കാത്ത വിധം ഒരു ഗവൺമെന്റും ഒരു പാർട്ടിയുടെ നേതൃത്വവും എന്താണോ കേരളത്തിലെ ജനത അത് അവരിൽ നിന്ന് പ്രതീക്ഷിച്ചിരുന്നത് അതിന് ഘടകവിരുദ്ധമായ നിലപാടുകളും തീരുമാനങ്ങളുമായി മുന്നോട്ട് പോകുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് എന്ന് പറയുന്നത് കേരളത്തിലെ സാധാരണക്കാരുടെയും തൊഴിലാളികളുടെയും പാവപ്പെട്ടവരുടെയും അത്താണിയായി മാറേണ്ട ഗവൺമെന്റ് ആയിരുന്നു. ആ പ്രതീക്ഷയിൽ തന്നെയാണ് കേരളത്തിലെ ലക്ഷോപലക്ഷം വരുന്ന ജനങ്ങൾ ഒന്നും നോക്കാതെ രണ്ടാം വട്ടവും പിണറായി ഗവൺമെന്റിന് വോട്ട് ചെയ്തു. 16 തൊട്ട് 21 വരെയുള്ള കടന്നുപോയ വർഷങ്ങൾ കേരളത്തിലെ ഒരു ദുരന്തകാലം, തുടർച്ചയായ ദുരന്തങ്ങൾ, 17-ലെ 18-ലെയും 19-ലെയും തുടർച്ചയായ പ്രളയങ്ങൾ. നിലമ്പൂരിലടക്കം നിങ്ങൾക്കറിയാം, കവളപ്പാറ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ മലയിടിഞ്ഞ് 71ഓളം ആളുകളും ആയിരക്കണക്കിന് വീടുകളും നഷ്ടപ്പെട്ട കാലം. 18-ലെ പ്രളയം എന്ന് പറയുന്നത് കേരളത്തെ ആകെ മുക്കിക്കളഞ്ഞ പ്രളയമാണ്. ആ ദുരന്തത്തിൽ നിന്ന് മെല്ലെ മെല്ലെ നമ്മൾ കരകയറുമ്പോഴാണ് പിന്നീട് കൊറോണ ലോകത്തൊട്ടാകെ സാമൂഹ്യ ജീവിതത്തെ തന്നെ ബാധിച്ചത്. അങ്ങനെ 18-ഉം 19-ഉം 20-ഉം 21-ഉം ദുരന്തങ്ങളുടെ കാലമായിരുന്നെങ്കിലും അതിനെയൊക്കെ അതിജീവിച്ച് ലോകത്തിന്റെ മുന്നിൽ ഈ പ്രതിസന്ധികളെ മറികടന്ന് കേരളം മുന്നോട്ട് പോകുമ്പോഴാണ് 21-ലെ തെരഞ്ഞെടുപ്പ് വരുന്നത്. ദുരന്ത കാലഘട്ടത്തിലുണ്ടായ ജനങ്ങളുടെ അനുഭവങ്ങൾ കണക്കാക്കിക്കൊണ്ട് മറ്റൊന്നും ആലോചിക്കാതെ കേരളത്തിലെ ജനങ്ങൾ അങ്ങോളം ഇങ്ങോളം പിണറായിയുടെ രണ്ടാം ഊഴത്തിന് വോട്ട് ചെയ്ത് വിജയിപ്പിച്ച് അധികാരത്തിൽ 92 സീറ്റിൽ നിന്നും 99 സീറ്റിലേക്ക് 957-ൽ കേരള സംസ്ഥാനം രൂപീകൃതമായതിനു ശേഷം ആദ്യത്തെ തുടർഭരണം കേരളത്തിലെ ജനങ്ങൾ പരിപൂർണ മനസ്സോട് കൂടിയിട്ട് ആ ഗവൺമെന്റിന് നൽകി അധികാരത്തിലെത്തിയപ്പോ ജനങ്ങൾക്ക് ഒട്ടനവധി പ്രതീക്ഷകളുണ്ടായിരുന്നു. ജനങ്ങൾക്ക് നിരവധിയായ കാഴ്ചപ്പാടുകൾ ഉണ്ടായിരുന്നു, കണക്കൂട്ടലുകൾ ഉണ്ടായിരുന്നു. പക്ഷെ കാലം മെല്ലെ മെല്ലെ കടന്നുപോയപ്പോ 21 വലിയൊരു കുഴപ്പമില്ലാതെ കാലം കടന്നുപോയി. 22-ന്റെ ആരംഭത്തിൽ പല കാര്യങ്ങളും ശ്രദ്ധിച്ചു നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് എന്താണോ ഇടതുപക്ഷ നിലപാട്, ആ നിലപാടിന് ഘടകവിരുദ്ധമായി സാമൂഹ്യമായ ചില ഒറ്റപ്പെടുത്തലുകൾ പ്രത്യേകിച്ചും പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു എന്ന തിരിച്ചറിവ് കേരളത്തിലെ ജനങ്ങൾക്കുണ്ടാകുക. വിഷയങ്ങൾ നിരവധി അനവധി തവണ ഉത്തരവാദിത്തപ്പെട്ട നേതൃത്വത്തിൽ സംസാരിക്കുകയും പാർലമെന്ററി പാർട്ടിയിലടക്കം ഈ നിലപാടുമായി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഉണ്ടാകാൻ പോകുന്ന ദുരന്തങ്ങളുടെ കണക്കുകൾ നിരത്തിക്കൊണ്ട് ഗവൺമെന്റിനോട് ഞാൻ സംസാരിക്കുന്നുണ്ട്. പക്ഷേ ഒരു ഘട്ടത്തിൽ പോലും അതിന് അനുകൂലമായ ഒരു നിലപാട് സ്വീകരിച്ചില്ല എന്ന് മാത്രമല്ല, ഫാസിസ്റ്റ് നിലപാടിനോടൊപ്പം നിൽക്കുന്ന ഉദ്യോഗസ്ഥന്മാർ, അത് IPS ആയാലും IFS ആയാലും IAS ആയാലും IRS ആയാലും, ആ ഒരു വിഭാഗത്തിന്റെ കയ്യിലേക്ക് കേരളത്തിന്റെ ഭരണം കടന്നു പോകുന്നത് നോക്കി നിൽക്കാനേ കേരളത്തിലെ ജനതയ്ക്ക് കഴിയുള്ളൂ. കേരളത്തിലെ പൊതുപ്രവർത്തകർ, അതിൽ ഇടതുപക്ഷ പ്രവർത്തകരുണ്ട്, സഖാക്കളുണ്ട്, പൊതുസമൂഹത്തിൽ പ്രവർത്തിക്കുന്നവരുണ്ട്. ജനങ്ങളുമായി ബന്ധപ്പെട്ട് ജനങ്ങളുടെ വിഷയങ്ങളുമായി പോലീസ് സ്റ്റേഷനിലായാലും കലക്ടറേറ്റിലായാലും വില്ലേജ് ഓഫീസിലായാലും കടന്നു ചെല്ലുന്ന പൊതുപ്രവർത്തകരോട് മാന്യമായി എന്ന് പെരുമാറാൻ പോലും തയ്യാറില്ലാത്ത ഒരു അധികാരി വർഗം കേരളത്തിൽ ഉയർന്നു വരുന്നത് കേരളത്തിന്റെ രാഷ്ട്രീയ സാഹചര്യത്തിനും കേരളത്തിന്റെ സാമൂഹ്യ സാഹചര്യത്തിനും വരാനിരിക്കുന്ന നാളുകളിൽ ഉത്തരേന്ത്യയിലൊക്കെ നമ്മൾ കേൾക്കുന്നത് പോലെയുള്ള ഈ ഉദ്യോഗസ്ഥ ഭരണത്തിലേക്ക് കേരളം മെല്ലെ മെല്ലെ തെന്നി നീങ്ങുന്നു എന്ന സത്യാവസ്ഥ, ആ സത്യാവസ്ഥ അവസാനമേക്ക് കേരളത്തിലെ ജനങ്ങളോട് പബ്ലിക്കായി പറയേണ്ടി വന്നു. നിരവധിയായ വിഷയങ്ങൾ നമുക്ക് ഉയർത്തിക്കൊണ്ടുവരേണ്ടി വന്നു. കേരളത്തിലെ പോലീസ് അടക്കം, മലപ്പുറത്തെ SP സുജിത് ദാസ് അടക്കം, ADGP ലോ ആൻഡ് ഓർഡർ അജിത് കുമാർ അടക്കമുള്ളവരുടെ ചെയ്തികൾ, അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന സ്വർണ്ണ കൊള്ളയടക്കമുള്ള വിഷയങ്ങൾ
മാമി തിരോധാനം, എന്റെ നാട്ടിലെ 23 വയസ്സുള്ള റിദാൻ ബാസിലിന്റെ മരണം, ഇതെല്ലാം ഈ പറയുന്ന മാഫിയ സംഘങ്ങളുമായി ബന്ധപ്പെട്ട എയർപോർട്ടിലെ സ്വർണ്ണക്കള്ളക്കടത്തും കേരളത്തിലുടനീളം നടന്നുകൊണ്ടിരിക്കുന്ന മയക്കുമരുന്ന് സംഘങ്ങളുമായുള്ള പോലീസിന്റെ അവിഹിതമായ കൂട്ടുകെട്ടും കച്ചവടവും ഈ നാടിനെ വലിയൊരു ദുരന്തത്തിലേക്ക് കൊണ്ടുപോകുന്നു എന്ന് ആവർത്തിച്ച് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രിയെയും ഗവൺമെന്റിനെയും പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ടവരെയും ബോധ്യപ്പെടുത്താനുള്ള എല്ലാ ശ്രമങ്ങളും പരാജയപ്പെട്ടപ്പോൾ പിന്നെ മറ്റൊരു മാർഗവുമില്ല. ഞാൻ ജനങ്ങളിലേക്ക് ഇറങ്ങി. വരാനിരിക്കുന്ന എന്റെ ഭാവി അതെന്താകുമെന്നതിനെ കുറിച്ച് ഞാൻ ആലോചിച്ചിട്ടേയില്ല. ജനങ്ങളെ ഈ വിഷയത്തിലേക്ക് ഗൗരവതരമായ ഇടപെടലുകളിലേക്ക് ജനങ്ങളെ കൊണ്ടുവരണമെങ്കിൽ എന്റെ MLA സ്ഥാനം രാജിവെക്കണമെന്ന് ഞാൻ സ്വയം തീരുമാനിക്കുകയുണ്ടായി. ഒരാളോട് ഞാൻ ആലോചിച്ചില്ല. ഞാൻ ആലോചിച്ചത് എന്റെ മനസാക്ഷിയോട് മാത്രമാണ്. കാരണം രാഷ്ട്രീയത്തിൽ നിരവധിയായ ആരോപണങ്ങൾ ഉണ്ടാവാറുണ്ട്. കാലം കൊണ്ടത് മാഞ്ഞു പോകാറുണ്ട്. അതിനൊരു ഗൗരവകരമായിട്ടുള്ള മനുഷ്യരുടെ കാഴ്ചപ്പാടുകളും ഇടപെടലുകളും ഉണ്ടാകണമെങ്കിൽ ഈ ഗവൺമെന്റിന്റെ പേര് പറഞ്ഞ് വോട്ട് വാങ്ങി അധികാരത്തിൽ വന്ന ഞാൻ അതിനകത്തിരുന്നു കൊണ്ട് ഒരു MLA എന്ന നിലയ്ക്കുള്ള എല്ലാ പ്രിഫറൻസുകളും അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ജനങ്ങളോട് ഞാൻ ഇത് പറയുന്നത് ശരിയല്ല എന്ന ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് അന്ന് ഞാൻ തെരഞ്ഞെടുപ്പ് ഈ MLA-ഷിപ്പ് രാജിവെക്കുമ്പോൾ പലരും എന്നോട് ചോദിച്ചു, എന്ത് പണിയാണ്, എന്ത് തീരുമാനമാണ്, എന്ത് അപകടകരമായ തീരുമാനമാണ്, ആര് നിങ്ങൾക്ക് സംരക്ഷണം തരും, ആര് നിങ്ങളെ പിന്തുണക്കും, എന്തെല്ലാം അനുഭവങ്ങൾ ഈ നാട്ടിലുണ്ട്, ആരോടാണ് നിങ്ങൾ കണിക്കുന്നത്, നിങ്ങൾക്ക് തലക്ക് വല്ല വെളിവുകേടുമുണ്ടോ എന്ന് വരെ ചോദിച്ച എന്റെ വെൽവിഷേഴ്സ് ഈ കേരളത്തിലുണ്ടായിരുന്നു. പക്ഷേ അവരോടൊക്കെ സൗമ്യമായി എന്ന് പുഞ്ചിരിച്ചുകൊണ്ട് വരാനിരിക്കുന്ന നാടിൽ കടന്നു വരാൻ പോകുന്ന ഈ അപകടത്തെ കുറിച്ച് ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. സാമൂഹ്യമായുള്ള പ്രതിസന്ധികൾ മാത്രമല്ല, രാഷ്ട്രീയമായിട്ടുള്ള പ്രതിസന്ധികൾ, സാമ്പത്തികമായിട്ടുള്ള സകലമായ മേഖലകളിലും ഈ ഗവൺമെന്റ് എടുക്കുന്ന തീരുമാനങ്ങൾ, സർവ്വലോക തൊഴിലാളികളെ സംഘടിക്കുകയും എന്ന് പ്രസംഗം ആരംഭിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പൊതുയോഗങ്ങളിൽ നിന്ന് ഒരു തൊഴിലാളി എന്ന വാക്ക് പോലും കേൾക്കാത്ത അവസ്ഥയിലേക്ക് കേരളം മാറി. ബഹുമാനപ്പെട്ട മന്ത്രി കഴിഞ്ഞ 2-3 ദിവസമായിട്ട് ഇവിടെ വലിയ വികസന ജാഥകളുമായി ഈ അങ്ങാടിയിലും വന്നിട്ടുണ്ടാകുമല്ലോ. ഉദ്ഘാടന സമ്മേളനത്തിന്റെ അദ്ദേഹത്തിന്റെ പ്രസംഗം പരിപൂർണമായും ഞാൻ സോഷ്യൽ മീഡിയ വഴി കേട്ടു. 24 മിനിറ്റ് 36 സെക്കൻഡാണ് അദ്ദേഹം VKC മുഹമ്മദ് കോയ ഉദ്ഘാടനം ചെയ്ത ആ വികസന ജാഥയിൽ അദ്ദേഹം പ്രസംഗിക്കുന്നത്. ഞാനിങ്ങനെ സമൂഹം ശ്രദ്ധിക്കുകയായിരുന്നു. നമ്മളൊക്കെ ഇത്തരത്തിലുള്ള ഒരു ജാഥയും ഒരു പൊതുയോഗവും ഒരു നാടുമായി ബന്ധപ്പെട്ടതാകുമ്പോൾ ആ നാട്ടിൽ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ ജനങ്ങളിൽ എത്തിക്കുവാൻ കൃത്യമായ കണക്കുകൾ നിരത്തിയിട്ട് സംസാരിക്കേണ്ടതുണ്ട്. ഒരു സംസാരത്തിൽ എവിടെയും ഈ പറയുന്ന 2 പുലിമൂട്ടിന്റെ കാര്യവും ഇവിടെ കേരളത്തിലൊട്ടാകെ നടന്ന വികസനത്തിന്റെ കാര്യവും ടൂറിസത്തിന്റെ കാര്യവും അപ്പുറം ഈ മനുഷ്യന് വോട്ട് ചെയ്ത് വിജയിപ്പിച്ച ബേപ്പൂർ മണ്ഡലത്തിലെ സാധാരണക്കാരും ഇടത്തരക്കാരുമായ ജനങ്ങൾക്ക് ഞാൻ എന്ത് ചെയ്തു എന്ന് ഒരു വാക്ക് പോലും അതിൽ പറയുന്നില്ല. ആ പ്രസംഗം നിങ്ങൾക്ക് കിട്ടും. ഒരു തൊഴിലാളി എന്നൊരു വാക്ക് ഈ 24 മിനിറ്റ് 36 സെക്കൻഡിൽ പോലും അദ്ദേഹത്തിന്റെ മനസ്സിലോ വായിലോ പോലും വന്നിട്ടില്ല. കേരളത്തിലൊട്ടാകെ ഒരു മാസ്മരികമായിട്ടുള്ള എന്താ പറയാ, ഒരു മാസ് സൈക്കോളജിക്കൽ മാനിപ്പുലേഷൻ എന്ന് പറയുന്നതിന് അതിനൊറ്റ വാക്ക് എനിക്ക് കിട്ടുന്നില്ല മലയാളത്തിൽ. ഈ നാടിലെ മുഴുവൻ ജനങ്ങളെയും ഈ PR വർക്കിന്റെ അടിസ്ഥാനത്തിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ വികസനം നടന്ന നിയോജക മണ്ഡലം ബേപ്പൂരാണ് എന്ന ഒരു ധാരണ ചിത്രീകരിക്കാൻ, അത് പഠിച്ചുണ്ടാക്കാൻ PR സംവിധാനത്തിന്റെ ഭാഗമായിട്ട് അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട് എന്നതൊരു വസ്തുതയാണ്. എന്നാൽ കാര്യങ്ങളിലേക്ക് നമ്മൾ കിടക്കുമ്പോൾ ഈ ലൈറ്റിടലും ഫാൻ വെക്കലും ഈ പറയുന്ന പാലത്തിന് പെയിന്റ് അടിക്കലും ബേപ്പൂരിൽ നടക്കുന്ന പൂരങ്ങളുമല്ലാതെ
ഈ നാടിലെ ജനങ്ങൾക്ക് എന്ത് കിട്ടിയെന്ന് നമ്മൾ പരിശോധിക്കുമ്പോഴാണ് നമുക്കതിനെ യാഥാർത്ഥ്യം ബോധ്യപ്പെടുക. ഈ ഇരിക്കുന്ന നിങ്ങൾക്ക് പോലും എന്റെ ശബ്ദം കേൾക്കുന്ന ഇവിടുത്തെ ജനങ്ങൾക്ക് പോലും സജീവ രാഷ്ട്രീയ പ്രവർത്തകരായ ആളുകൾക്ക് പോലും തോന്നിയിട്ടുണ്ട് വലിയ വികസനം ഇവിടെ നടന്നിട്ടുണ്ട്. പരിശോധനകൾ നടക്കുമ്പോ UDF നിയോജക മണ്ഡലം കമ്മിറ്റി ഇരുന്നതൊന്ന് വിലയിരുത്തുമ്പോ ഓരോന്നായിട്ട് മുന്നോട്ട് വരികയാണ്. ആ വികസനത്തിന്റെ ജനങ്ങൾ അനുഭവിക്കുന്ന ഈ നാട്ടിലെ കഷ്ടപ്പാടുകളുടെ കണക്കെടുക്കാൻ വേണ്ടി UDF ലീഡർഷിപ്പ് തീരുമാനമെടുക്കുകയാണ്. ആ തീരുമാനത്തിന്റെ ഭാഗമായിട്ടാണ് ഈ വികസന തട്ടിപ്പിന്റെ ഒരു സത്യാന്വേഷണ യാത്ര നടത്താൻ UDF ലീഡർഷിപ്പ് തീരുമാനിച്ചു. അതിന്റെ ഒന്നാം ഭാഗം എന്ന നിലക്കാണ് ഇന്ന് നിങ്ങൾക്കറിയാം ഫറൂഖ് താലൂക്ക് ആശുപത്രിയിൽ നമ്മളൊരു ധർണ നടത്തുകയാണ്. ഒരു താലൂക്ക് ആശുപത്രി എന്ന് പറയുന്നത് ഒരു നിയോജക മണ്ഡലത്തിലെ മുഴുവൻ ജനങ്ങളുടെയും ആരോഗ്യത്തിന് ആശ്രയിക്കേണ്ടത് കേന്ദ്രത്തിന്റെ പേരാണ് താലൂക്ക് ആശുപത്രി. അടിസ്ഥാനപരമായ എല്ലാ സൗകര്യങ്ങളും അവിടെ ഉണ്ടായിരിക്കണം. അവിടെ ആവശ്യമായ ഡോക്ടർമാരുണ്ടാവണം, ആവശ്യമായ ഡിപ്പാർട്ട്മെന്റുകൾ ഉണ്ടാകണം, ആവശ്യമായ പാരാമെഡിക്കൽ സംവിധാനങ്ങൾ ഉണ്ടാവണം, ആവശ്യമായിട്ടുള്ള യന്ത്രസാമഗ്രികൾ ഉണ്ടാവണം. ഒരു 15 ദിവസമെങ്കിലും ഒരു രോഗിയെ കിടത്തി ചികിത്സിക്കാൻ കഴിയുന്ന ചികിത്സാ സംവിധാനങ്ങൾ ഏറ്റവും ചുരുങ്ങിയത് ഈ താലൂക്ക് ആശുപത്രികളിൽ ഉണ്ടാവും. മുജീബോടെ ഇരിക്കുന്നുണ്ട്. നിങ്ങൾ മലപ്പുറം താലൂക്ക് ആശുപത്രിയിൽ നിന്ന് പോയി നിങ്ങൾ പരിശോധിക്കണം. നിലമ്പൂരിലേക്ക് ഈ ബഹുമാനപ്പെട്ട മന്ത്രിയെ ഞാൻ ക്ഷണിച്ചല്ലോ. എന്താണ് നിലമ്പൂരിൽ നടക്കുന്നത് എന്ന് ഒരു കമ്പാരിസൺ നടത്താം. ലോകത്തെ ഏറ്റവും വികസനം നടത്തിയ ബേപ്പൂരിന്റെ യഥാർത്ഥ ചിത്രത്തിലേക്ക് നമ്മൾ ടോർച്ച് അടിച്ചു നോക്കുമ്പോ കാണുന്ന അതിദയനീയമായ ചിത്രമാണ് താലൂക്ക് ആശുപത്രിയിൽ നിന്ന് പുറത്തേക്ക് വരുന്നത്. 10-16 ഡോക്ടർമാരുണ്ട്. അതിൽ പലരും പല ദിവസവും ലീവാണ്. 2 ലക്ഷത്തോളം വോട്ടർമാരുള്ള ഈ മണ്ഡലത്തിൽ 3-4 ലക്ഷം ജനണ്ടാവില്ലേ? അതിൽ പകുതിയും നമ്മുടെ സഹോദരിമാരല്ലേ? 2 ലക്ഷത്തോളം അമ്മമാരും സഹോദരിമാരും ഉള്ള ഈ മണ്ഡലത്തിൽ ഒരു ഗൈനക്ക് ഡിപ്പാർട്ട്മെന്റ് പോലും ഇല്ല താലൂക്ക് ആശുപത്രിയിൽ. പ്രിയപ്പെട്ട മന്ത്രി മനസ്സിലാക്കണം. അത് അറിയുമെന്ന് എനിക്കറിയില്ല. ഈ നാട്ടിലെ സാധാരണക്കാരായ സഹോദരിമാർക്ക് പ്രസവിക്കണമെങ്കിൽ ഇവിടുത്തെ പ്രൈവറ്റ് ആശുപത്രികളുടെ മുന്നിൽ പോയി കഴുത്തറുപ്പൻ ബില്ലിന് തലവെച്ച് കൊടുക്കേണ്ട ഗതികേടുള്ള നാടിന്റെ പേരാണ് ബേപ്പൂർ. നിങ്ങൾക്കറിയോ? ഒരു എമർജൻസി വന്നാൽ പ്രസവിക്കണമെങ്കിൽ ലോൺ എടുക്കണം. ലോൺ എടുത്തിട്ട് പ്രസവിക്കേണ്ട ഗതികേടുള്ള നാട് അതല്ലേ? ഒരു ഗൈനക് ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാക്കാൻ മുനിസിപ്പാലിറ്റി കഴിഞ്ഞ പ്രാവശ്യത്തെ ഈ പറയുന്ന ഫറൂഖ് മുനിസിപ്പാലിറ്റി ഒരു കെട്ടിടം കെട്ടിക്കൊടുത്തു. ഗൈനക് ഡിപ്പാർട്ട്മെന്റ് ഈ ആശുപത്രിയുടെ മുറ്റത്ത്. അവിടെ പോയാൽ നിങ്ങൾക്ക് അറിയാമത് ഡോക്ടറെ വെക്കുകയാണെങ്കിൽ അതിന് ശമ്പളം ഈ പറയുന്ന ഫറൂഖ് മുനിസിപ്പാലിറ്റി കൊടുക്കാമെന്ന് പറഞ്ഞു. പാരലൽ മെഡിക്കൽ സ്റ്റാഫിന്റെ ശമ്പളം കൊടുക്കാമെന്ന് പറഞ്ഞു. ഇപ്പൊ തന്നെ കൊടുക്കുന്നുണ്ട്. പക്ഷേ അതിനുള്ളൊരു സംവിധാനം ഒരുക്കണമെങ്കിൽ ആരോഗ്യ വകുപ്പ് തീരുമാനമെടുക്കണം. DMO ഇവിടുന്ന് റെക്കമെൻഡ് ചെയ്ത് പോയി എന്നാണ് എന്നോട് ഇന്ന് സൂപ്രണ്ട് പറഞ്ഞത്. പക്ഷേ അതിനു വേണ്ടിയിട്ട് ഒരു നടപടിയും സ്വീകരിച്ചില്ല. ആ ഗൈനക്കിന്റെ ബിൽഡിംഗ് അവിടെ ഇന്ന് സ്റ്റോർ റൂമായി കിടക്കുകയാണ്. ഒടിഞ്ഞു വീഴുന്ന ഫർണിച്ചറുകൾ കൊണ്ടുപോയിടാനുള്ള ഗോഡൌൺ ആക്കി മാറ്റി. ആരാണ് ഉത്തരവാദി? ആരാണ് ഉത്തരവാദി? ഒരു എക്സ്റേ മെഷീനിൽ അറിയുമോ? പുതിയ ഒഴിവുണ്ടാകുമെന്ന് പോണം. ഒരു എക്സ്റേ മെഷീനില്ല. ലാബിൽ ഒന്ന് കയറി നോക്കി ഞാൻ. ഇവിടുത്തെ മനുഷ്യന്മാരെ പടച്ചോൻ കാക്കട്ടെ ഉദാഹരണമാണ് ഞാൻ പുറത്തേക്ക് ഇറങ്ങിയത്. മനസ്സിലായില്ലേ? ഒരു താലൂക്ക് ആശുപത്രിയുടെ സ്ഥിതിയാണ് പറയുന്നത്. ലോകത്തെ ഏറ്റവും വലിയ വികസനം നടത്തിയ മണ്ഡലത്തിൽ ഒരു ആംബുലൻസ് ഇല്ല. അറിയോ? കോഴിക്കോടിന്റെ പ്രിയപ്പെട്ട MP ശ്രീ രാഘവൻ
MK രാഘവൻ അദ്ദേഹത്തിന്റെ ഫണ്ടിൽ നിന്ന് ജനങ്ങളുടെ ഈ വിഷയം അവസാനിപ്പിക്കാൻ 25 ലക്ഷത്തിൽ ചില്ലാനം രൂപ മുടക്കി ആധുനിക സൗകര്യങ്ങളുള്ള ആംബുലൻസ് വാങ്ങിച്ചു കൊടുത്തു 2 കൊല്ലം മുമ്പ്. നിങ്ങൾക്കറിയാലോ. കൊടുത്ത് കുറച്ച് കഴിഞ്ഞപ്പോ ഈ ആംബുലൻസിന്റെ ആക്സിഡന്റ് ആയി. ആ ആക്സിഡന്റ് ആയെന്ന് അന്ന് വർക്ക്ഷോപ്പ് കിടന്ന തിരിഞ്ഞു നോക്കിയിട്ടില്ല. ആശുപത്രിയിലോ ചികിത്സയില്ല. വരുന്ന രോഗികളെ പെട്ടെന്ന് മറ്റൊരു ആശുപത്രിയിലേക്ക് രോഗികളെ കൊണ്ടുപോകാൻ ഉണ്ടായിരുന്ന സംവിധാനമായ ആംബുലൻസ് അത് റിപ്പയർ ചെയ്യാൻ പോലും അതിൽ ഇടപെടാൻ ബഹുമാനപ്പെട്ട മന്ത്രിക്ക് കഴിഞ്ഞിട്ടില്ല. നിങ്ങൾ മനസ്സിലാക്കിയോ? ഇങ്ങനൊരു നാടുണ്ടാവുമോ? കേരളത്തിൽ ഇങ്ങനെ ഒരു ആശുപത്രി വേറെ എവിടെയെങ്കിലും ഒരു താലൂക്ക് ആശുപത്രി ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. 7 ഡയാലിസിസ് മെഷീനുകളുണ്ട്. 2 മൂലക്കല, 2 കഴിഞ്ഞ തവണ ഫറൂഖ് മുനിസിപ്പാലിറ്റി വാങ്ങിക്കൊടുത്ത മെഷീനാണ്. 2 ഷിഫ്റ്റ് വർക്ക് ചെയ്യുന്നത്. ഏകദേശം 20 ആളുകൾ. ആവറേജ് ഡയാലിസിസ് ചെയ്യുക ഈ 5 മെഷീൻ ഉണ്ടെങ്കിൽ അവിടെ 10 ആൾക്കാർ ഡയാലിസിസ് ആണ്. താലൂക്ക് ആശുപത്രിന്റെ താഴെയുള്ളതാണ് കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ CHC. നിങ്ങൾക്കറിയാലോ. നിലമ്പൂരൊന്ന് വന്ന് നോക്കൂ. ചുങ്കത്തറ CHCയിൽ 2016 അൻവർ MLA ആവുന്നത്. നിരവധിയായ ഡയാലിസിസ് രോഗികൾ ഈ ഇരിക്കുന്ന കൂട്ടത്തിൽ ഡയാലിസിസ് ചെയ്യുന്നവരുണ്ടാകും. നാളെ തൊട്ട് എനിക്കും മുജീബിനും നിങ്ങളുടെ മുനിസിപ്പൽ ചെയർമാനും ഡയാലിസിസ് ചെയ്യേണ്ടി വരുമോ എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. കാലം അതാണ്. ഈ 5 ഡയാലിസിസ് മെഷീൻ വെച്ച് ഉന്താണ്. ചുങ്കത്തറയിൽ 16 മെഷീനുമായിട്ടാണ് ഞങ്ങൾ 17 ആരംഭിക്കുന്നത്. അറിയാമോ? സർക്കാരിന്റെ 5 പൈസ ഇല്ലാതെ അവിടെ ഒരു ജനകീയ കമ്മിറ്റി ഉണ്ടാക്കി. ഞങ്ങള് ആളുകളുമായി ബന്ധപ്പെട്ടു. നാടിന്റെ അവസ്ഥ പറഞ്ഞ് മനസ്സിലാക്കി. ആളുകൾ തയ്യാറായി മെഷീൻ തരാൻ. 15 മെഷീൻ. ആളുകൾക്കൊരു താല്പര്യമുണ്ടാകാൻ ആദ്യം എന്റെ വക ഒരു മെഷീൻ ഞാൻ വാങ്ങിക്കൊടുത്തു. 4 മാസം കൊണ്ട് ഞങ്ങൾക്ക് 15 ഡയാലിസിസ് മെഷീൻ കിട്ടി. അങ്ങനെ 16 ഡയാലിസിസ് മെഷീൻ വെച്ച് ഒരു CHCയിൽ ഡയാലിസിസ് ആരംഭിച്ചിട്ടുണ്ട്. ഇന്ന് ആ CHCയിൽ 32 മെഷീൻ ഉണ്ട്. അറിയാമോ? ഒരു പൈസ സർക്കാരിന് ചെലവില്ല. എത്ര രോഗികളാണ് ഇവിടുന്ന് ഡയാലിസിസിന് വേണ്ടി പ്രൈവറ്റ് ആശുപത്രികളിൽ പോകുന്നത്? ഈ മന്ത്രിക്കോ ഈ മന്ത്രിയുടെ പിന്നാലെ നടക്കുന്ന ഈ കൊള്ള സംഘത്തിന് അറിയുമോ എത്ര രോഗികൾ ഈ മണ്ഡലത്തിൽ ഡയാലിസിസ് ബാധിക്കുന്നുണ്ട് എന്ന്, വിധേയമാകുന്നുണ്ട് എന്ന്? വല്ല കണക്കുണ്ട് അവരുടെ കയ്യിൽ? ഒരു MLA ഓഫീസിൽ ഉണ്ടാവേണ്ടേ അതിന്റെ കണക്ക്? ഈ മനുഷ്യർ നരകിക്കുകയാണ്. 1500-ഉം 2000-ഉം ഏറ്റവും ചുരുങ്ങിയത് കൊടുക്കണം. ആഴ്ചയിൽ 2-ഉം 3-ഉം 4-ഉം ഡയാലിസിസ് ചെയ്യുന്നവർ പോകാനുള്ള ടാക്സി കൂലി വേറെ വേണം, മരുന്ന് കുടിക്കാൻ പണം വേറെ വേണം. ഒരു തൊഴിലുമില്ല, എല്ലാം പോയി. അത്യാവശ്യം സാമ്പത്തിക ശേഷിയുള്ളവർ ആദ്യം എന്തെങ്കിലും ഒരു 10 സെന്റ് വിറ്റ് ചികിത്സിക്കും, മനുഷ്യന്മാരറിയാതെ. അത് കഴിഞ്ഞാൽ വീട് ഏതെങ്കിലും ഒരു സർവീസ് ബാങ്കിൽ ലോൺ എടുത്ത് 5-10 ലക്ഷം അതുകൊണ്ട് ചികിത്സിക്കും. അതുകൊണ്ടും രോഗം മാറുന്നില്ല. കിട്ടുന്നവരൊക്കെ ആ വീട് വിറ്റ് ബാക്കി പണം കൊണ്ട് ചികിത്സിക്കും. അത് കഴിഞ്ഞാൽ നാട്ടിലെ മോശമല്ലാത്തൊരു കുടുംബ പശ്ചാത്തലമുള്ളതാണെങ്കിൽ സ്വകാര്യമായിട്ടൊരു പിരിവ് നടക്കും. ആ പിരിവ് കൊണ്ടും പിന്നെ ചികിത്സിക്കാൻ തികയാതാകുമ്പോൾ പരസ്യമായി പിരിക്കും. അല്ലേ? ഇന്ന് പിരിവ് ജനങ്ങൾക്ക് വേണ്ടി പിരിവ് നടത്തിയ പൊതുപ്രവർത്തകർ ഇവിടെ ഉണ്ടാവുമല്ലോ. ഇവർക്ക് വല്ലതുകൊണ്ട് പരിചയമുണ്ടോ? എവിടെയാണ് ഇവർ ഇടപെടുന്നത്? അങ്ങനെ കഷ്ടപ്പെടുന്ന 100 കണക്കിന് ആളുകളുള്ള രോഗികളുള്ള ഈ നിയോജക മണ്ഡലത്തിൽ എന്തേ ഈ മന്ത്രിക്ക്, ഈ മരുമകന്
ഈ പേട്ടയിലും ഫറൂഖിലും ഒക്കെ ഉള്ള നല്ല മനസ്സുള്ള കച്ചവടക്കാരും വ്യാപാരികളും മനുഷ്യരുണ്ടല്ലോ എന്ന് ഇറങ്ങി ചോദിക്കട്ടെ. 100 മെഷീൻ കിട്ടും. പറയാം നമുക്ക്. ഉടുതുണിക്ക് മറുതുണിയില്ലാത്ത നിലമ്പൂരിലെ ആ ഗ്രാമപ്രദേശത്തിൽ നിന്ന് പാവപ്പെട്ട ഒരു ഇടത്തരക്കാരുമായിട്ട് 2, 4, 5, 6, 10 ആളുകൾ കൂടിച്ചേർന്ന് 50,000, 25,000 എടുത്തിട്ടാ മെഷീൻ വാങ്ങി തന്നത്. അല്ലാതെ വലിയ മലയാളിമാർ വാങ്ങി തന്നതാണ് നിങ്ങൾ തെറ്റിദ്ധരിക്കണ്ട. അങ്ങനത്തെ 2, 3 മെഷീനാണ് അതിലുള്ളത്. എന്തേ മനസ്സ് തട്ടാത്തത്? ബേപ്പൂരിന്റെ ഉത്തരവാദിത്തം മാത്രമല്ലല്ലോ, കോഴിക്കോട് ജില്ലയുടെ ചാർജുള്ള മന്ത്രിയല്ലേ മുഹമ്മദ് റിയാസ്. എന്താ കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെ അവസ്ഥ ഞാൻ പറയണോ നിങ്ങളോട്? അട്ടിക്കിട്ട് കിടക്കുകയല്ലേ മനുഷ്യർ. രോഗിയോടൊപ്പം കൂട്ടിരിക്കാൻ പോകുന്നത് രോഗിയെക്കാളും വലിയ രോഗികളായി ആശുപത്രിയിൽ നിന്ന് ഇറങ്ങുന്ന കാഴ്ച നമ്മൾ കാണുന്നില്ലേ? ഇടവഴിയിൽ ബാത്റൂമിന്റെ സൈഡിലൊക്കെ ആളുകൾ അട്ടിക്ക് കിടക്കുകയാണ്. ഈ മന്ത്രി ഒന്ന് പോയി നോക്കുന്നുണ്ടോ? ആ ആശുപത്രിയിൽ അദ്ദേഹത്തിന് ഉത്തരവാദിത്തമില്ലേ? കോടിക്കണക്കിനായ മെഷീനുകളിലെ ഈ മെഡിക്കൽ കോളേജിൽ എത്ര സ്കാനിംഗ് മെഷീനുകൾ പ്രവർത്തിക്കുന്നുണ്ട് മന്ത്രിക്കറിയോ? 5 കോടിയും 10 കോടിയും മുടക്കി അവിടെ കൊണ്ടുവെക്കുന്ന MRI പോലുള്ള മെഷീന് പോലും അവിടെ പ്രവർത്തിക്കുന്നില്ല. നിങ്ങൾക്ക് എന്താ കാരണം? ഒരു 3 മാസം പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഉള്ളിൽ കൈയിട്ട് അതിന്റെ വയറ് വലിച്ചു വരുന്ന മാഫിയ സംഘങ്ങളുണ്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ. സംഘങ്ങൾ അറിയോ നിങ്ങൾക്ക്? ഇവിടെ ഇരിക്കുന്ന നിങ്ങൾക്ക് ആർക്കാണ് MRI സ്കാൻ കോഴിക്കോട് കിട്ടിയിട്ടുള്ളത്? സാധാ സ്കാൻ കിട്ടിയവർ എത്ര പേരാ? മാന്യമായിട്ടുള്ള ഒരു മെഡിക്കൽ ലാബിന്റെ പരിശോധനയ്ക്ക് നിങ്ങൾ പോയാൽ എങ്ങോട്ടാണ് മെഡിക്കൽ കോളേജിൽ എഴുതി തരുന്നത്? കൊള്ള സംഘങ്ങൾ ഈ സർക്കാരിന്റെ എല്ലാ പൊതുമുതലും ഒന്നും പ്രവർത്തിക്കൂല. 6 മാസം 5 മാസം അത് കഴിയുമ്പോഴേക്കും പണി നിർത്തും. എന്നിട്ട് 3000, 4000, 5000, 10,000 കൊടുത്തിട്ട് ഈ പാവപ്പെട്ട മനുഷ്യർ ഈ പറയുന്ന പ്രൈവറ്റ് സ്കാനിംഗ് സെന്ററുകളിലും മെഡിക്കൽ ലാബുകളിലും പോകേണ്ട ഗതികേട് ആരുണ്ടാക്കിയതാ? എത്ര ഡോക്ടർമാരുടെ കമ്മീഷൻ? 6000 കൊടുക്കുമ്പോൾ 2000 ഡോക്ടറുടെ വീട്ടിലെത്തും വൈകുന്നേരം അല്ലേ? ഞാൻ പറയണോ നിങ്ങളോട്? സമയത്തിന് ഒരു ഓപ്പറേഷൻ നടക്കണമെങ്കിൽ ഡോക്ടറുടെ വീട്ടിൽ പോയി കൈക്കൂലി കൊടുക്കുന്ന ഗതികേടുള്ള നാടാണ് കോഴിക്കോട്. ഈ ഇരിക്കുന്ന നിങ്ങൾ ആരൊക്കെ കൊടുക്കേണ്ടി വന്നിട്ടുണ്ട് ജീവിതത്തിന്റെ പല ഘട്ടങ്ങളിലും? ഇടപെട്ടിട്ടുണ്ടോ? എന്താണ് ഇടപെടാത്തത്? ഒരു പുതിയ ബ്ലോക്ക് ഉണ്ടാക്കി വെച്ച് അവിടെ നടന്നൊരു ഇലക്ട്രിക് ഫെയിലിയർ, അതിനുശേഷം എത്ര മാസം കൂട്ടിയിട്ടത്? എന്തായിരുന്നു ജനങ്ങളുടെ സ്ഥിതിവിശേഷം? ആ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഈ മന്ത്രിക്ക് മാറി നിൽക്കാൻ സാധിക്കുമോ? ബേപ്പൂർ പൂരം നടത്താൻ മാത്രം 25 കോടി രൂപ കഴിഞ്ഞ 4 വർഷം ചെലവഴിച്ച് മുഹമ്മദ് റിയാസ് നിങ്ങൾക്കറിയോ? ആ 25 കോടിയിൽ 5 കോടി രൂപ ഈ നിയോജക മണ്ഡലത്തിലെ ഈ പറയുന്ന PHC-കളിലും CHC-കളിലും ചെലവഴിച്ച് അവിടേക്ക് അത്യാവശ്യമായ മെഷീനറികളും സംവിധാനങ്ങളും ഒരുക്കി കൊടുത്തിരുന്നെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം. എന്താ ഉണ്ടാകാതെ പോയത്? മനുഷ്യരുടെ പ്രയാസങ്ങളും വിഷമം തന്നെ ഉള്ളിൽ തട്ടണം. ക്യൂ നിൽക്കുന്ന ആളുകൾ ഈ വെയിലത്ത് ഈ ആശുപത്രിയിൽ അത് കാണുമ്പോൾ ഉള്ളിൽ പെടയും മനുഷ്യന്റെ. ആ ഉത്തരവാദിത്തം എന്നെ കൊണ്ടാണല്ലോ ഇവർ ഈ നിൽക്കുന്നത് എന്ന് തോന്നണം മനുഷ്യന്. അങ്ങനെ വല്ലതും ഈ മണ്ഡലത്തിൽ കാണുന്നുണ്ടോ? എവിടെയുള്ളത്? ഏത് ഹെൽത്ത് സെന്ററിലാണ്? ഇപ്പൊ ഇന്ന് അവിടെ വന്ന് നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടുണ്ടാവും. അവിടെ വന്ന രോഗികൾ പറയുന്ന പരാതി 2-3 മണിക്കൂർ ക്യൂ നിൽക്കുകയാണ് ചില ദിവസങ്ങളിൽ. എഴുതി കൊടുത്ത മരുന്ന് കിട്ടാൻ കൈയില്ലാത്തവർ, കാലില്ലാത്തവർ, കുട്ടികളുമായി വന്നവർ, പ്രായം ചെന്നവർ, 70 വയസ്സും 75 വയസ്സുമായി വടികുത്തി പിടിച്ചു നിൽക്കുന്നവർ ഇന്ന് കണ്ടില്ല നമ്മള്? മാഷില്ലേ? എല്ലാ ആശുപത്രികളിലും ഇത്തരത്തിൽ പ്രായം ചെന്നവർക്കും ഈ പറയുന്ന കുട്ടികൾക്കും സെപ്പറേറ്റ് ക്യൂ ഉണ്ടാകും.
ഒരു സംവിധാനമില്ല. എന്നിട്ട് ഈ 2-3 മണിക്കൂർ ക്യൂ നിന്ന് ഫാർമസിയുടെ മുന്നിലെത്തി ഷീട്ട് കൊടുക്കുമ്പോ 36 ഇവിടെ ഒന്നുമില്ല, മരുന്നില്ല, പൊയ്ക്കോളി അല്ലേ? ഇന്ന് അവിടുന്ന് പറഞ്ഞില്ല ഇരിക്കാൻ ഒരു സ്റ്റൂള് പോലും ഇല്ല. പോയി നോക്ക്, ഈ ആശുപത്രിയിൽ വന്ന് നിൽക്കുകയാണ്. ഒരു 100 സ്റ്റൂള് വാങ്ങിക്കൊടുക്കാൻ 200 റുപ്യ കൊടുത്താൽ കിട്ടും സ്റ്റൂള്. കസാനയിലൊന്നും വേണ്ട, അത് ഓരോ ഉപയോഗിച്ചോട്ടെ. ആ ആശുപത്രിയിലുള്ള പല സാധനങ്ങൾ ചോദിച്ചപ്പോ അവിടുന്ന് KMCC ഞങ്ങൾ വാങ്ങിക്കൊടുത്താണ്, അത് ഞങ്ങൾ വാങ്ങിക്കൊടുത്താണ്. YCC അത് ആൻവർക്കാർ ഞങ്ങൾ വാങ്ങിക്കൊടുത്തു. സർക്കാരിന്റെ ഒരു സാധനം അതിനുള്ളിലില്ല. ഇതവസ്ഥ. എനിക്കത് പറയാൻ കഴിയും, അഭിമാനത്തോടു കൂടി പറയാൻ കഴിയും. നിങ്ങൾ നിലമ്പൂരത്ത് പോയോ? 100 കണക്കിന് കസേരകള ഒരാളും നിൽക്കണ്ട. ഇനിയിപ്പോ ഈ 8 മാസത്തെ ഇല്ലെങ്കിൽ 1 കൊല്ലം സ്ഥിതി അള്ളാഹുവിനെ എനിക്ക് അറിയില്ല കേട്ടോ. ആഴ്ചയിൽ 1 ദിവസത്തിൽ കുറയാതെ ഞാൻ ഈ ആശുപത്രിയിൽ പോകും. വ്യത്യസ്ത സമയങ്ങളിൽ, ചിലപ്പോ രാത്രി പോകും. അപ്പൊ എന്താ കാര്യങ്ങൾ നടക്കും. ഇരിക്കാൻ കസേരകളും ഈ പറയുന്ന സംവിധാനങ്ങളുടെ ഇലക്ട്രോണിക് ബോർഡുണ്ട്. രാവിലെ പോകുമ്പോൾ ഷീറ്റ് തരും. ആ ഷീറ്റ് വാങ്ങിയാൽ പോയിരുന്നാ മതി. ആ നമ്പർ അടിക്കുമ്പോൾ പിന്നീട്ട് പോയാൽ മതി. ഇത് രാവിലെ തൊട്ട് മരിബാങ്ക് കൊടുത്ത് നിൽക്കുക. മരിബാങ്ക് കൊടുത്ത് വേറെ അസർ പോയിട്ട് അവിടെ പോയി ചെല്ലുമ്പോൾ ഡോക്ടറില്ല, മരുന്നില്ല. എന്നൊന്ന് ആലോചിച്ചു. ഒരു സ്ഥലത്തും ഉണ്ടാവില്ല കേട്ടോ. ലോകത്തിന്റെ മുൻകൈയിൽ നിൽക്കുന്ന മന്ത്രി കണ്ടില്ല, മോശാക്കാനിമാരെ ഫോട്ടോ. ലോകം കൊതിക്കുന്ന കേരളം കണ്ടില്ലേ? കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരം വരെ ഈ 4ാം പിണറായി സർക്കാരിന്റെ വാർഷികത്തിന് 200 ചില്ലാനം കോടി റുപ്യ പൊടിച്ചപ്പോൾ 10-25 കോടി റുപ്യ ഈ കോഴിക്കോടിലെ സോളസ് എന്ന കമ്പനിക്ക് ബോർഡ് വെക്കാൻ കൊടുത്ത് അറിയുന്നത്. എന്താ മരിമോനിസം പറയും പലർക്കും. പലരും എന്തെങ്കിലും മുമ്പ് ഇങ്ങനെ മരിമോനിസം പറഞ്ഞിട്ട് ഇങ്ങനെ എഴുതി വിടുന്നത്. ഇതന്നെ മരിമോനിസം. മരുമകൻ എന്ന ബലത്തിലാണ് ഇതൊക്കെ നടക്കുന്ന. ഈ സകലമായ തോന്നിവാസങ്ങളും സമൂഹത്തോടും ജനങ്ങളോടും വോട്ടർമാരോടും ഒരു പ്രതിബദ്ധതയും ഇല്ലാതെ, ഒരു കമ്മിറ്റ്മെന്റും ഇല്ലാതെ, ഒരു ആത്മാർത്ഥതയുമില്ലാതെ ഞങ്ങൾ വിചാരിച്ചത് ഞങ്ങൾ എന്തും നടത്തുമെന്ന് പറയുന്ന തോന്നിവാസം, അതിനെയാണ് മരുമോനിസം എന്ന് പേരിട്ട് BBN വിളിച്ചത്. ഈ മുഹമ്മദ് റിയാസ് സ്കൂളിൽ പഠിക്കുമ്പോൾ SFI ആണ്. അൻവറിന് അറിയുമെന്നൊക്കെ ചോദിക്കണം. അറിയാം, അതിലൊന്നും ഒരു തർക്കമില്ല. പക്ഷെ ഈ വക ചെയ്തികൾ ഈ ജനങ്ങളുടെ മുന്നിൽ പറയണ്ടേ? ജാലിയത്ത് പോയി ഞാൻ അവിടുത്തെ തൊഴിലാളികൾ കാണണം പറഞ്ഞിട്ട് ആ വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ടാവും. ആ ഫിഷ് ലാൻഡിങ് ഏരിയയിലേക്ക് കയറണമെങ്കിൽ തോണിയാണ് അറിയുന്നത്. പതിറ്റാണ്ടുകളായി ഉണ്ടായ മത്സ്യബന്ധനം നടക്കുന്ന ഒരു ഗ്രാമത്തിന്റെ അവസ്ഥ 45 കൊല്ലമായില്ലേ? മാറി മാറി വന്ന ഇടതുപക്ഷ MLA-മാർ, അതിൽ DKC ഉണ്ട്, അതിൽ ഇളമരം കരീമുണ്ട്, അതിൽ ഈ പറയുന്ന PK ഹംസക്കുണ്ട്. ഇവരൊക്കെ പകുതി കാലം മന്ത്രിമാരാണ്. ഇവരൊക്കെ കടന്നു പോകുന്ന വഴി തന്നെയാണോ അതൊക്കെ? ആയിരക്കണക്കിന് തൊഴിലാളികൾക്ക് അവർ പിടിച്ചു കൊണ്ടുവരുന്ന മത്സ്യം ആ കരയിൽ വെച്ച് മാന്യമായി ഒന്ന് കമ്പോള വിലക്ക് വിൽക്കാൻ അവിടെ നിൽക്കാൻ പോലും കഴിയാത്ത അവസ്ഥ. ഇതല്ലേ സ്ഥിതി? ബേപ്പൂർ പോർട്ട് ഞാൻ നിങ്ങളോട് പറയണോ? ഞാൻ 7ാം ക്ലാസ് പഠിക്കുന്ന കാലത്ത് സ്കൂളിൽ നിന്ന് ടൂർ വന്നിട്ടുണ്ട് കാണാൻ കുട്ടിയാകുമ്പോ. അന്നത്തെ അങ്ങാടി പോലും ഇല്ല ബേപ്പൂര്. അറിയോ? അന്നത്തെ അങ്ങാടി അന്നവിടെ ജനനിബിഡാണ്. ബേപ്പൂരിനെ സിംഗപ്പൂരാക്കി ദുബായി ആക്കി എന്നാണല്ലോ ഈ സാധനത്തിൽ വരുന്നത്. ബേപ്പൂര് എന്നെ തെരഞ്ഞു വന്ന ചില ആളുകൾ ബേപ്പൂരങ്ങാടി ഭയം ബേപ്പൂരിലുണ്ട് കാണുമ്പോ ബേപ്പൂരങ്ങാടി തെരഞ്ഞിട്ടാണ്. മനസ്സിലായില്ലേ? ഇവിടെ പോയിട്ട് കാണുന്നില്ല. അവിടെ മനസ്സിലുണ്ടാവില്ല. ഈ പറയുന്ന ഈ രാമനാട്ടരങ്ങാടിന്റെ 10-1 വേണ്ടേ ബേപ്പൂരങ്ങാടി കാണാൻ? ഇപ്പോഴെന്തായാലും 2 പെട്ടിപ്പീടിയും 2 പെട്ടിക്കടയും.
1400-കളിൽ ലോകത്തിന്റെ മറൈൻ മാപ്പിൽ രേഖപ്പെടുത്തിയ പോർട്ടാണ് ഈ പറയുന്ന പോർട്ട്. ആയിരക്കണക്കിന് കപ്പലുകളും മുരുകളും ഉണ്ടാക്കി ലോകത്ത് അറബികൾ മാത്രമല്ല യൂറോപ്പിലെ ചെങ്കിസ് ഖാൻ അടക്കം ഉണ്ടാക്കി ഇവിടുന്ന് അവിടെ രാജ്യത്തിറക്കാൻ കൊണ്ടുപോയ നാടാണ് സുഹൃത്തുക്കളെ ബേപ്പൂര്. അവിടെ STU INTUC കൂടി ഒരു സമരം വെച്ചിട്ട് കഴിഞ്ഞ ആഴ്ച ഞാൻ പോയി. ഞാൻ ഭയങ്കര പ്രതീക്ഷയില പോയത്, കുറച്ച് ആൾക്കാരെ കാണാമല്ലോ. അവൻ പോട്ട തൊഴിലാളികളല്ലേ. ഞാൻ അങ്ങനെ ചെന്നപ്പോഴുണ്ട് അവിടെ ഒരു 8 മീറ്റർ വീതി 15 മീറ്റർ വീതിയിൽ ഒരു റബ്ബർ ഷീറ്റ് ഇങ്ങനെ വലിച്ചിട്ടിട്ട് എത്തിമാക്കളിൽ ഇരിക്കണ മാതിരി കുറച്ച് തൊഴിലാളികൾ ഇരിക്കണം. അപ്പൊ ഞാൻ ചോദിച്ചു, എന്താ സംഗതി, എത്ര ഉള്ളവരും അതാക്കാമോ? STU INTUC കൂടി 100-ൽ താഴെ, മറ്റൊരു എത്ര ഉണ്ട് ചോദിച്ചു. ഓരോണ്ട് ഒരു 10-50 150 തൊഴിലാളികളാണ് ഈ പോർട്ടിൽ വർക്ക് ചെയ്യണമെന്ന് ആലോചിക്കണം. ആയിരക്കണക്കിന് തൊഴിലാളികൾ തിളച്ചു മറിയേണ്ട പോർട്ടാണത്. 1400-കളിൽ വ്യാപാരം ആരംഭിച്ച ആ പോർട്ടിൽ നിന്ന് എവിടെ എത്തണം? ബംഗീനി ചെറുകപ്പലുകളൊക്കെ മടങ്ങിപ്പോയി. ഒരു മാസത്തിൽ ഏകദേശം 90ഓളം ചെറുകപ്പലുകൾ വരികയും പോവുകയും ചെയ്തിരുന്ന ആ പോർട്ടിൽ ഇപ്പൊ 12-13 കപ്പലാണ് വരുന്നത്. ലക്ഷദ്വീപിലേക്ക് പോയത് പൂർണ്ണമായും നിർത്തി. എന്തുകൊണ്ടാണെന്ന് അന്വേഷിക്കുമ്പോൾ ആ പോർട്ടിലെ ഉദ്യോഗസ്ഥൻ പറയാണ് ഇവിടെ ക്രെയിൻ ഇല്ല. മനസ്സിലായില്ല? ഉള്ള ക്രെയിൻ എടുക്കാൻ, ലോഡ് എടുക്കാനുള്ള കപ്പാസിറ്റി ഇല്ല. കപ്പലിൽ വരുന്ന 20 ഫീറ്റ് കണ്ടെയ്നർ എന്ന് പറഞ്ഞത് നല്ല ലോഡ് ഉണ്ടെങ്കിൽ 26-27 ടൺ ഉണ്ടാകും. പോർട്ടിൽ ആ സാധനമൊക്കെ എങ്ങനെ, എന്താ പറയാ, നമ്മൾ കൈകൊണ്ട് എടുക്കുന്ന പോലെ എടുക്കും ക്രെയിന്. ഇവിടെ എന്താണ്, 2 യന്ത്ര കുഞ്ഞാലിമാരിൽ 2 ക്രെയിൻ ഉണ്ട്. കണ്ടാൽ തന്നെ, തൊട്ടാൽ തന്നെ പോയസം കറി മരിക്കും. എന്നിട്ട് ഇതിനെ തൂക്കാൻ കഴിയായിട്ട് 2 ക്രെയിൻ അപ്പുറത്ത് വെച്ചിട്ട് ഇങ്ങനെ നോക്കുക. അപ്പൊ ഞാൻ ആ ക്രെയിനും ഓപ്പറേറ്ററോട് ഞാൻ ചോദിച്ചു, എല്ലാ സഹോദരത്തെ ഏത് കമ്പനി പോലും ഇല്ല. അപ്പൊ സാറ് ഇതൊരു 10-50 കൊല്ലത്തെ പഴക്കമുണ്ട്, മന്ത്രിനേക്കാളും വയസ്സിലെ ക്രെയിനാണ്. ഈ ചരക്ക് ഇറക്കുകയും കയറ്റുകയും എങ്ങനെ ചെയ്യാം? ഒരു 25-35 ലക്ഷം രൂപ കൊടുത്താൽ നല്ല ക്രെയിൻ കിട്ടുന്നത് മനസ്സിലാക്കണം. അപ്പൊ ഈ കപ്പലുകാരെ സംബന്ധിച്ച് ലോഡ് വരിക, ഒരു ദിവസം കൊണ്ട് ഇറക്കുക, പിറ്റേന്ന് കയറ്റുക, പോവുക. ഇതാണ് ഇതിന്റെ സംവിധാനം. ഇവിടെ ഇറക്കണമെങ്കിൽ 3 ദിവസമാണെങ്കിൽ കയറ്റണമെങ്കിൽ പിന്നെയും വേറെ 3 ദിവസം വേണം. ഏത് കപ്പൽ കമ്പനി അങ്ങോട്ട് വിടുക? ആർക്കാണോ നഷ്ടം സഹിക്കാൻ സാധിക്കുക? അപ്പൊ നല്ല ക്രെയിൻ വാങ്ങിക്കൊടുത്ത് മാർക്കറ്റ് ചെയ്താൽ ഈ സാധനം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. ഒരു ഇടപെടലും നടത്തിയിട്ടില്ല. ഇതൊക്കെ കഴിഞ്ഞ് അങ്ങനെ ചെല്ലുമ്പോൾ കുറെ തൊഴിലാളികൾ അവിടെ എത്തുന്നത്. ഞാൻ അങ്ങനെ ബാക്കിൽ നിന്ന് നോക്കുമ്പോൾ കുറെ സിമെന്റ് ചാക്ക്, ഇങ്ങനെ ബാക്കിൽ നിന്ന് നോക്കിയ സിമെന്റ് ചാക്ക്. അപ്പം ആളുകളല്ല അവിടെ ലോഡ് ചെയ്യുന്നോട്ട് ഈ സിമെന്റ് ചാക്ക് ഇട്ടിട്ട് അവിടെ ഇരിക്കുക. കാക്കൊക്കെ ഇരിക്കാൻ തണലില്ല. തലയിലൊരു മുണ്ട് കെട്ടിയിട്ട് അതിന്റെ മുകളിൽ പ്ലാസ്റ്റിക് ചാക്ക്. തൊഴിലാളി സ്നേഹം കൊണ്ട് ശ്വാസം മുട്ടല്ലേ പിണറായിയും കുടുംബവും. ഒന്ന് മൂത്രമൊഴിക്കാനൊരു ഷെഡില്ല. എന്നിട്ട് ഇപ്പത്തെ ബഡ്ജറ്റിലാക്കി, എന്താ പറയാ, എന്താണ് നമ്മളെ തിരുവനന്തപുരത്ത് പോർട്ടിന് വരുന്നത്? വിഴിഞ്ഞത്തിന് സമാനമായ പോർട്ടുണ്ടാക്കും. അത് കഴിഞ്ഞ് പത്രക്കാർ വന്നപ്പോ പറഞ്ഞു, അതൊന്നും വേണ്ട, 2 മൂത്രപ്പര ഉണ്ടാക്കി കൊടുക്കാൻ പറയാ സംഘത്തിനോട് തന്നെ. മനസ്സിലായോ? ഓരോ സ്ഥലത്ത് നിങ്ങൾ പോയി നോക്കൂ, കണ്ണ് തുറന്നിട്ടില്ല. കണ്ണ് ജനങ്ങളുടെ ആയി ബാധിക്കുന്ന അടിസ്ഥാന വിഷയം ആരോഗ്യമാണ് ഒന്ന്. 2 എന്താ വിദ്യാഭ്യാസം. എന്താ ശരി ഞാൻ പറയണം, ഒരു സർക്കാർ കോളേജ് ഇല്ലാത്ത കേരളത്തിലെ അത്യപൂർവ മണ്ഡലങ്ങളിൽ മണ്ഡല ഈ പറയുന്ന നിങ്ങളെ ബേപ്പൂര്. എവിടെയാണ് കുട്ടികളൊക്കെ പഠിക്കുന്നത്? ഫറൂഖ് കോളേജ്. അത് അമ്മക്കാരും എടുക്കണ്ട, അത് ആരുണ്ടാക്കിയാലും എല്ലാവർക്കും അറിയാം, പ്രൈവറ്റ് കോളേജാണ്. സർക്കാർ 45 വർഷമായി ഒരു നിയോജക മണ്ഡലം കൈകാര്യം ചെയ്ത ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ MLA-മാർ മാത്രം വിജയിച്ച് MLA-യോ മന്ത്രിയോ ആയ മണ്ഡലത്തിൽ കഴിഞ്ഞ 10 കൊല്ലമായി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം 1,40,000 കോടിയുടെ വികസനം നടത്തിയെന്ന് വീമ്പ് പറയുന്ന മുഖ്യമന്ത്രിയുടെ മരുമകൻ നാട് ഭരിക്കുന്ന ഈ മണ്ഡലത്തിൽ
ഈ സാധാരണക്കാരായ മനുഷ്യരുടെ കുട്ടികളെ ABCD പഠിപ്പിക്കാൻ ഒരു കോളേജിലെ കുട്ടികളെ നിങ്ങൾക്കറിയോ? ഒരു പോളിടെക്നിക് ഉണ്ടോ? എങ്ങനെ ഇല്ലാതെ പോയി? ഈ മക്കളുടെ സ്ഥിതി എന്താ? മുഴുവൻ പാരലൽ കോളേജിൽ വിട്ട് പഠിപ്പിക്കുക. എത്ര കുട്ടികൾക്ക് അഡ്മിഷൻ കിട്ടും ഫറൂഖ് കോളേജിൽ? 98-99% കുറച്ച് കുട്ടികൾക്ക് കിട്ടും മെറിറ്റിൽ മാത്രം. അത് കഴിഞ്ഞാൽ മാനേജ്മെന്റ് കമ്മിറ്റിയിൽ നിന്ന് കിട്ടുന്ന 10-25 സീറ്റ് ബാക്കി മക്കൾ എവിടെ പോകും? വട്ടിക്ക് പൈസ വാങ്ങി കുട്ടികളെ പഠിപ്പിക്കുന്ന മണ്ഡലത്തിന്റെ പേരാണ് ഈ പറയുന്ന ബേപ്പൂര്. മക്കൾ പ്രസവിക്കണമെങ്കിൽ സ്വന്തം കൊച്ചു കൂരയുടെ ആധാരം കൊണ്ടുപോയി സർവീസ് ബാങ്കിൽ പണയം വെച്ച് ലോൺ എടുത്ത് ആശുപത്രിയിലെ ബില്ലടക്കേണ്ട ഗതികേടുള്ള നാടിന്റെ പേരാണ് കൂട്ടരെ ബേപ്പൂര്. മനസ്സിലായോ നിങ്ങൾക്ക്? ഉത്തരം പറയണം. ഞാൻ 3 ദിവസമായി മന്ത്രിയെ വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ വെല്ലുവിളിക്കാറേ ഇല്ല. എന്തിനാ? ബേപ്പൂര് അങ്ങാടിയിൽ ഇതേപോലെ 2 മേശ പുറപ്പെട്ടിട്ട് നമുക്കൊന്ന് സംസാരിക്കാൻ തന്നെയാണ്. ലോക വികസനം നടത്തിയ മന്ത്രിയും പരിവാരങ്ങളും മൂപ്പരുടെ ഓഫീസർമാരും മൂപ്പരെ കമ്പ്യൂട്ടറും സംവിധാനം ഒക്കെ വരട്ടെ. ഞാൻ ഒറ്റയ്ക്ക് വരാന്ന് പറഞ്ഞു. ഈ നാട്ടിൽ നടന്ന വികസനങ്ങൾ എണ്ണി എണ്ണി ചോദിക്കുന്നതിന് ഉത്തരം പറഞ്ഞാൽ മതി. എന്നോടല്ല, ഈ നാട്ടിലെ വോട്ട് ചെയ്ത ജനങ്ങളോട്. എന്തേ മുഹമ്മദ് റിയാസ് ഇതുവരെ മുന്നിട്ടില്ലല്ലോ, ഇന്ന് വരെ മുന്നിട്ടില്ലല്ലോ. ഒരാൾക്ക് തൊഴിൽ കൊടുക്കാൻ ഈ നാട്ടിൽ എന്ത് സംരംഭം കൊണ്ടുവന്നു? എന്റെ വീട്, ഞാൻ താമസിക്കുന്ന വീട് 932 താമസാക്കിയ ഓടിട്ട വീടാ. അവിടെ ഇപ്പോൾ ഈ സ്റ്റാൻഡേർഡ് ടൈൽ കമ്പനി ഫറൂഖ്, അതാണ് ഓട്. 1932 ആ വീട് പണിയിരുന്നെങ്കിൽ അതിന്റെ 5 കൊല്ലം മുമ്പ് തുടങ്ങിയിട്ടുണ്ടാവും. അപ്പൊ 1927 ആയില്ലേ? അപ്പൊ 900-ത്തിന് മുമ്പും ഇവിടെ ആരംഭിച്ച ഫാക്ടറികൾ എവിടെ കൂട്ടർ? എവിടെ ഫാക്ടറി? ഈ 10 കൊല്ലം കൊണ്ട് ഫറൂഖും ചെറുവണ്ണൂരും കുളത്തറയുമായ പരിസരങ്ങളിൽ കൂട്ടപ്പെട്ട ഫാക്ടറികളുടെ എണ്ണം ഈ ബഹുമാനപ്പെട്ട മന്ത്രിക്കറിയോ? ഇവിടെ തൊഴിൽ ചെയ്ത് ജീവിച്ചിരുന്ന, അവർക്ക് മണ്ണ് കൊടുത്തിരുന്ന, അവിടെ ജോലി ചെയ്തിരുന്ന, പരിസരങ്ങളിൽ കച്ചവടം ചെയ്ത് ജീവിച്ചിരുന്ന ഈ മനുഷ്യർ എന്ത് ചെയ്യുന്നു എന്ന് ഈ ബഹുമാനപ്പെട്ട മന്ത്രി ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ രാത്രി കടന്നുറങ്ങുമ്പോഴെങ്കിലും ഒന്ന് ഈ മനുഷ്യരെ കുറിച്ച്, ഈ തൊഴിലാളി വർഗ പാർട്ടിയുടെ നേതാവെന്ന് പറയുന്ന ശ്രീ മുഹമ്മദ് റിയാസ് എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? ഇപ്പൊ ഫറൂഖ് കോഡ് വരുന്ന എവിടെ അറിയുന്നത്? പണ്ട് നമ്മൾ പറയും മക്കൾക്ക് കാരക്കേറ്റാൻ നിൽക്കണ്ടാവും. നിങ്ങൾക്കറിയാം, അതൊരു ചൊല്ലാണ്. എന്ന് പറഞ്ഞതുപോലെ ഫറൂഖിലേക്ക് കോഡ് വരുന്ന എവിടെ അറിയോ? ചൈനയിൽ. ഇതിങ്ങനെ പോകുമ്പോ കാണാം ടൈൽ ഷോറൂം. മുഖേ കാര്യമായിട്ട് പണി എന്താ അറിയോ? ഈ ഷോറൂം പോയി ഉദ്ഘാടനം ചെയ്ത് കൊടുക്കുക. എവിടെ എത്തി? ഇവിടുത്തെ പ്ലൈവുഡ് ഫാക്ടറികൾ എവിടെ? ഇവിടുത്തെ തീപ്പെട്ടി കമ്പനികൾ എവിടെ? ഈ തൊഴിലാളി വർഗ പാർട്ടി ഒരു മനുഷ്യന് തൊഴിൽ കൊടുക്കാൻ എന്ത് സംരംഭം ഇവിടെ ആരംഭിച്ചു? നിലമ്പൂരിലേക്ക് ഒരു സെന്റ് ഭൂമിയില്ലാതെ ഞങ്ങൾ രക്ഷപ്പെടുക സർക്കാരിന്റെ. എത്ര ഏക്കർ ഭൂമി നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഇവിടെ ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയോ? നിങ്ങൾ പഠിക്കണം. നിങ്ങൾക്ക് എങ്ങനെ തെറ്റിദ്ധാരണ ഒന്നും ഇവിടെ എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ട്. 75 ഏക്കർ ഭൂമിയാണ് ഈ കിടക്കുന്ന 8-4 ആ കിൻഫ്ര പാർക്ക്. അവിടെ അതിന്റെ മുന്നേ തന്നെ കൊണ്ടിട്ട് ഒരു കെട്ടിടങ്ങൾ ഉണ്ടാക്കി. ഇന്നലെ നാട്ടുകാർ കാണുള്ളൂ, അതിലും പോകാൻ കഴിയില്ലായിരിക്കും. ബാക്കി 70 ഏക്കർ വേക്കില്ല. അങ്ങോട്ട് പോണെങ്കിൽ ഹെലികോപ്റ്ററിൽ പോകണമെന്നാ തോന്നുന്നു. ഒരു ചുക്കും ചെയ്തിട്ടില്ല. 25 ഏക്കർ എളമരം കരീം വ്യവസായ മന്ത്രിയാണെന്ന് വേപ്പൂരിൽ വാങ്ങിയിട്ടതാ, മാറാടിന്റെ തൊട്ട്. പോയി കാണാൻ ഞങ്ങള് കാട് പിടിച്ച് കുറുക്കന്മാരെ കൊണ്ട് ജനങ്ങൾക്ക് ജീവിക്കാൻ വയ്യ. അപ്പൊ 75-25 100 45 ഏക്കർ എവിടെ കിടക്കുന്നത്? കടലുണ്ടിയിൽ കപ്പൽ നിർമ്മാണശാലയ്ക്ക് വേണ്ടിയിട്ട് വാങ്ങിയിട്ട സ്ഥലം. അതിനല്ല അവസ്ഥ. 150ഓളം ഏക്കർ ഭൂമി സർക്കാരിന്റെ കയ്യിൽ നിൽക്കുമ്പോഴാണ് 10 ആൾക്ക് തൊഴിൽ കിട്ടുന്ന വ്യവസായം ഇവിടെ ആരംഭിച്ചില്ല. മുഴുവൻ അടച്ചുകൂടി. ഇതിനാകണ്ടായിരുന്നത് നമ്മുടെ ചെറുവണ്ണൂർ സ്റ്റീൽ ഫാക്ടറിയാണ് അല്ലെ?
12,000 തൊഴിലാളികൾ തൊഴിൽ ചെയ്താണ്. അന്ന് ജോലി ചെയ്തതിൽ ആരെങ്കിലൊക്കെ ഉണ്ടാവും ഇവിടെ. മൂക്ക് വലിച്ചു. മനസ്സിലായോ? 33 ഏക്കർ ലാൻഡും അതിന്റെ സംവിധാനങ്ങളും 100 കോടിയോളം സ്ക്രാപ്പും കൂടി മൂപ്പര് വിറ്റു. ആർക്കറിയോ? ഛത്തീസ്ഗഡിൽ ഒരു കമ്പനിക്ക്. വില എത്രയറിയോ നിങ്ങൾക്ക്? ഞാൻ ഇന്നല്ല പറയുന്നത് കേട്ടോ. 9 മാസം മുമ്പത്തെ എന്റെ പത്രസമ്മേളനം അതിന്റെ രേഖകൾ വെച്ച് കോഴിക്കോട് പ്രസ് ക്ലബിൽ നടത്തിയ മീറ്റിംഗ് നിങ്ങൾ അടിച്ചു നോക്കിയാൽ കാണും. ഛത്തീസ്ഗഡിലെ കമ്പനി. ഛത്തീസ്ഗഡ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഛത്തീസ്ഗഡിൽ പോയ ആരെങ്കിലും കൈ വെക്കാൻ ആരെങ്കിലും ഉണ്ടോ? ദുബായിൽ പോയാലും അമേരിക്ക പോയാലും ചോദിച്ചവിടെ 25 ആളിപ്പോ പൊക്ക ഉണ്ടാവും. അമേരിക്കയിൽ പോയാലും 25 ആളുണ്ടാവും. ഒരു മനുഷ്യന് പോകാത്ത നാടാ ഛത്തീസ്ഗഡ്. 3-4 വിമാനം, പിന്നെ 5-6 തീവണ്ടി, അത് കഴിഞ്ഞിട്ട് പിന്നെ സൈക്കിളിൽ പോയെങ്കിൽ അവിടെ എത്തുള്ളൂ. ആ ജാതി ഒരു നാട്ടിൽ നിന്ന് ഒരു കമ്പനിക്കാർ വന്നിട്ട് ഈ സാധനം മൂക്കിൽ വലിച്ചു പോയി. അറിയോ? എത്ര വില ഉണ്ടാവും അവിടെ ഒരു സെന്റ് ഭൂമിക്ക്? ഈ റോഡിന്റെ ബാക്കിയാണ്, നമ്മൾ ഈ നിൽക്കുന്ന റോഡിന്റെ ബാക്കിയുണ്ട്. ഇവിടെ ഭൂമിക്ക് എത്ര കരാറുണ്ടോ? ഏകദേശം വില അരവിരാശ് പറഞ്ഞായിട്ട് ചുരുങ്ങിയ 20 ലക്ഷമാണ്. 20 ലക്ഷത്തിനാണെങ്കിൽ ഞാൻ ഒരേക്കറെ ഞാൻ എടുത്തു. ആ റോഡ് സൈഡിന്റെ വില ഞാൻ പറയണോ? മെയിൻ റോഡ് സൈഡിൽ കിട്ടാവുന്ന വില ഈ പറയുന്ന 25 തൊട്ട് 45 ലക്ഷം വരെയാണ്. ഒരു തർക്ക കാര്യത്തിനില്ല. അതൊക്കെ വിട്ടാളികള്. ഏത് കണ്ണൂട്ടനും ഈ നിൽക്കുന്ന അങ്ങാടിയില് ഈ ഫറൂഖ് കോളേജിലെ ബാക്കലും പരിസരത്തും അങ്ങോട്ട് മാറിയാലും ഒരു വീട് വെക്കണമെങ്കിൽ 2-3 ലക്ഷം റുപ്യ സെന്റിന് കൊടുക്കാതെ ഒരു സെന്റ് ഭൂമി നമുക്ക് കിട്ടുമോ? ആ നിലയ്ക്ക് ഒരു 5 ലക്ഷം കണ്ടൂടെ? ഈ ഭൂമിക്ക് കണ്ടൂടെ? ബാക്കിയൊക്കെ വിട്ടാളി. ബാക്കിയൊക്കെ നമ്മൾ എന്താ പറയാ, റിബേറ്റ് റേറ്റിന് കൊടുത്തു. അങ്ങനെ കൂട്ട് 5 ലക്ഷം കൂട്ടിയാൽ ഈ 33 ഏക്കർ ഭൂമിന്റെ വില എത്രയായി? 3-5-15 180, പിന്നെ 3-5-15, അപ്പൊ 180-15 165 കോടി രൂപ. ഏത് കണ്ണുപൊട്ടനും കൊടുത്താൽ കിട്ടുന്ന മുതല് പ്ലസ് ഈ 100 ചില്ലാൻ കോടി രൂപയുടെ ഇൻഡസ്ട്രിയൽ ഡിപ്പാർട്ട്മെന്റ് എസ്റ്റിമേറ്റ് ചെയ്ത സ്ക്രാപ്പ് 265 കോടി രൂപ. അതോ അത് അമ്മായിയപ്പനും മരുവനും കൂടി മൂക്കിലാണ് വെച്ചു. മനസ്സിലായില്ലേ? വല്ലതും നടന്നവിടെ? ഇതാണ് വരുമാനിസം. എന്റെ നെഞ്ചത്തേക്ക് കയറാമെന്നിട്ട് കാര്യമില്ല. മനസ്സിലായോ? എന്റെ പ്രിയപ്പെട്ട സഖാക്കൾ, നിങ്ങൾ മനസ്സിലാക്കണം. ഇത്തരക്കാർക്ക് ഇനിയും മോശമാണ് പാടണോ വേണ്ടേ എന്ന് തീരുമാനിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിലെ യഥാർത്ഥ സഖാക്കളാണ്. എണ്ണി എത്ര എണ്ണം ഞാൻ പറഞ്ഞു. ശ്രീ മുഹമ്മദ് റിയാസിന് ഞാൻ പറഞ്ഞല്ലോ, ബേപ്പൂർക്ക് വെല്ലുവിളിച്ചതുപോലെ വെല്ലുവിളിയൊന്നും വേണ്ട, നമുക്ക് യോഗ്യത്തിൽ ഇവിടെ ഇരിക്കാം. തയ്യാറുണ്ടോ? സംസാരിക്കാൻ ഉണ്ടോ? നമ്മള് പൊളിറ്റിക്കൽ ഡിബേറ്റ് നടത്തണ്ടേ? മൂപ്പർക്ക് ആവശ്യമായ എല്ലാ സന്നാഹങ്ങളും കൊണ്ടുവരട്ടെ. എങ്ങനെയാണ് ഈ മുതൽ ഈ പൈസക്ക് വിറ്റത്? ആരാണ് ഇതിന്റെ ഉത്തരവാദി? പറയണ്ടേ? പറയാവൂല. അവസാനം നോക്ക്, ഇങ്ങനെ കൊള്ളയടിക്കപ്പെടുക. ഫറൂഖ് പാലം ഞാൻ പറയണോ? അപ്പൊ അതിന്റെ ചോട്ടിൽ പണിയെടുക്കാണ്. 3.25 കോടി രൂപയാണ് പൊന്നാര സഹോദരന്മാരെ അതിനു വേണ്ടിയിട്ട് പെയിന്റ് അടിക്കാനും ബാക്കി ചെയ്തും ചെലവഴിച്ചത്. 3.25 കോടി. വിവരാവകാശം 3ാമത്തെ വട്ടം കൊടുത്ത് കാത്തിരിക്കുക. മറുപടിയില്ല. ആ ചുവപ്പും പച്ചയും നീലും പെയിന്റ് അടിക്കാൻ എത്ര റുപ്യ വരും? പെയിന്റ് അടിക്കണമല്ലോ ഇവിടെ ആരെങ്കിലും? അവരോട് ചോദിക്കുന്നത്, ഞാൻ പറഞ്ഞത് കേൾക്കണ്ട. അവിടെ ലൈറ്റ് ഇടാൻ എത്ര റുപ്യവും? ഈ മൈക്ക് സെറ്റാനോട് ചോദിച്ചാൽ ഇവരെടുത്തുണ്ട്. അവർക്ക് പല ലൈറ്റ് ഇല്ലേ? ഇല്ലേ? പറഞ്ഞ ലൈറ്റ് ഇല്ലേ? ചോദിച്ചോക്കിനോട്. ആ പാലം ഒന്നായിട്ടിടണമെങ്കിൽ 10 ലക്ഷം വേണ്ട. ചൈനയിൽ നിന്ന് ഒരു കണ്ടെയ്നർ ഇതുപോലത്തെ ലൈറ്റ് ഇവിടെ എത്തണമെങ്കിൽ ഈ പറഞ്ഞ 10-15 ലക്ഷം റുപ്യ. ആ കണ്ടെയ്നർ സാധനമില്ല. ആരത് മൂക്കിലാക്കി പോയത്?
എന്തേ സഖാക്കളുടെ മനസ്സ് ഉണരാത്തത്? എന്താ ഒരു ചിന്തിക്കാത്തത്? ചർച്ച ചെയ്യണ്ടേ? അവിടെയാണ് പ്രശ്നം. ഇതിനൊന്നും ടെൻഡറില്ല, ഒക്കെ എസ്റ്റിമേറ്റ്. 8 മാസം മുമ്പ് മലപ്പുറത്ത് പത്രസമ്മേളനം നടത്തി ഞാൻ 2 റീൽസ് ഉണ്ടാക്കാൻ ഈ പറയുന്ന മുഹമ്മദ് റിയാസ് ടൂറിസം വകുപ്പിൽ നിന്ന് ചെലവഴിച്ചത് ഏകദേശം 48 ലക്ഷം രൂപ. ഒരു റീലിന് 21 ലക്ഷം പ്ലസ് GST. 2 റീൽ ഉണ്ടാക്കാനേ, ഏത് ബേപ്പൂർ ഫെസ്റ്റിന്റെ പരസ്യം കൊടുക്കാൻ. ഇവിടെ ഇരിക്കുന്ന നമ്മുടെ മെമ്പർമാരുടെ മക്കൾ ഉണ്ടാക്കും, 5ാം ക്ലാസ് പഠിക്കുന്നവർ. റീല് ഒരു മുടക്കില്ലാതെ വേണ്ട. വലിയ ആർട്ടിസ്റ്റിനെ വെച്ചിട്ട് 2 ലക്ഷം 3 ലക്ഷം 5 ലക്ഷം കൂട്ടിക്കോ. അങ്ങനെ എത്ര റീലുകൾ. നല്ല ലാഭ കച്ചവടമാണത്. ആളുകളെ ആനന്ദിപ്പിക്കരുത്, വേറൊരു ലഹരിയാണുള്ളത്. നിങ്ങൾ കേട്ട് കണ്ടു ഈ ആകാശം കൂടി ഈ സാധനമൊക്കെ പാടെ പൊട്ടിത്തെറിച്ച് ഇങ്ങനെ കാണുമ്പോൾ ആളുകൾ ഇങ്ങനെ അന്തപ്പെട്ട് യോഗ പഠിച്ചോനെ വല്ലാത്തൊരു മന്ത്രിയായിട്ട് എന്തൊക്കെ സാധനം പൊട്ടണം. ഈ രീതിയിലേക്ക് മനുഷ്യന്റെ മനസ്സിനെ മസ്തിഷ്ക പ്രശ്നമാണെന്ന് പറയും. എന്നിട്ട് ഇങ്ങനെ ഒരു അതിർപ്പക്കാരനെ കാണാൻ വരുമ്പോ അങ്ങനെ എന്താ പറയാ, എല്ലാരും നോക്കാം എന്തോ വികസന നേതാവ് പോണല്ലേ. 2 ദിവസം ഇവിടെ നിന്ന് പറഞ്ഞാൽ തീരില്ല. എന്താ പറയാ, അമ്പലത്തിന്റെ തമ്പ് കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞ പോലെ അതിന്റെ പക്കത്തേക്ക് എത്തിയിട്ടില്ല. നമ്മൾ ഈ അന്വേഷണ യാത്ര, സത്യാന്വേഷണ യാത്ര നമ്മൾ തുടരുക. ഒരു സ്ഥലത്തേ പോയിട്ടുള്ളൂ, ഇനി നമ്മൾ പല സ്ഥലത്തും പോകുന്നുണ്ട്. ജനങ്ങൾക്ക് കാര്യങ്ങൾ ബോധ്യപ്പെടും. PSC പഠിക്കണേ, ട്രെയിനിങ് കഴിഞ്ഞ് എന്താ പറയാ, അതിനു വേണ്ടിയിട്ട് ടെസ്റ്റ് എഴുതി കാത്തിരിക്കുന്ന ആയിരക്കണക്കിന് കുട്ടികളുണ്ട്. ഒരാൾക്ക് തൊഴിൽ കൊടുക്കാൻ പറ്റും? ഇവിടെ ഒരാൾക്ക് ഒന്ന് പറയട്ടെ, ഒരാൾക്ക് തൊഴിൽ കൊടുക്കാൻ ഇപ്പൊ 100 ആൾക്ക് കൊടുത്തിട്ട് കഴിഞ്ഞൊരു മാസമായിട്ട് 2 സൈഡ് കിട്ടിയ വരിക. ഇത് ഭയങ്കര സന്തോഷം തോന്നും. 15,000 റുപ്യ ശമ്പളം, വർക്ക് അറ്റ് ഹോം, വീട്ടിൽ നിന്ന് പണിയെടുത്താൽ മതി. ഒറ്റക്കാരിയാണ്. അൻവറിന്റെ ബാപ്പാനെയും ബാപ്പാന്റെ ബാപ്പാനെയും വിളിക്കണം, വേറെ കുഴപ്പമൊന്നുമില്ല. അച്ഛത്തറി PV അൻവർ ഇടുന്ന പോസ്റ്റിന്റെ അടിയിൽ ഒന്ന് വായിച്ചു നോക്കിയാൽ മതി, അതിന് മനസ്സിലാവും. ബാപ്പാനല്ല, വല്യാപ്പാനല്ല, വല്യാപ്പാന്റെ ബാപ്പാനെ. മനസ്സിലായോ? സാംസ്കാരിക നായകൻ. ആ വിളി കേട്ടാൽ മതിയല്ലോ, എന്നാലും 100 ആൾ അരി വാങ്ങുമല്ലോ. സന്തോഷം നടക്കട്ടെ. മനസ്സിലായില്ലേ? നമ്മളെ കാലിക്കറ്റായി നിൽക്കുന്നത്. ഞാൻ ഇവിടെ ഒരു പരിപാടിക്ക് വന്നു. എന്റെ കുടുംബക്കാരായി വേങ്ങാട്ട് ഫാമിലി, എന്റെ 2 ജ്യേഷ്ഠന്മാരോടുള്ള കല്യാണം വെച്ചു. അപ്പൊ ഒരു കുടുംബ സംഗമത്തിന് വരാൻ വേണ്ടി പറഞ്ഞ്, അപ്പോ മന്ത്രി അവിടെ ഉണ്ട്, പ്രസംഗിച്ച് കഴിഞ്ഞിട്ട് പറയാറ്, ഞാൻ ആ വളവിൽ 24 അവിടെ നിർത്തിയ ചായ കുടിച്ചിരിക്കാം, നീ ഇപ്പൊ ഞാൻ എന്റെ ഇടയിൽ പോയി കൂട്ടിമുട്ടണ്ട, അതുകൊണ്ടൊരു ബുദ്ധിമുട്ടുണ്ടല്ല. ഞാൻ യഥാർത്ഥം വണ്ടി അവിടെ നിർത്തി. മൂപ്പര് പ്രസംഗം കഴിഞ്ഞപ്പോ ഫോണ് നിങ്ങൾ പോകാൻ മൂപ്പര് പ്രസംഗം കഴിഞ്ഞ് ഇറങ്ങിയിരുന്നാണ്. ഞാൻ വണ്ടിയായിട്ട് ഇവിടെ വന്ന് നോക്കുമ്പോ മന്ത്രിന്റെ വണ്ടി പോലീസൊക്കെ അവിടെ കളിക്കാം. അല്ല, ഞാൻ ഡ്രൈവറോട് കുറച്ച് മുന്നോട്ട് വിടുക. ഞങ്ങൾ ഇതിലിങ്ങനെ റൗണ്ട് അടിച്ചിട്ട് അപ്പുറത്ത് പോയി എന്നാണ്, പോയിക്കോട്ടെ. എന്നിട്ട് അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല. ഒരു അനാവശ്യമായിട്ടുള്ളൊരു ഒരു ഇന്ററാക്ഷൻ വേണ്ട എന്നുള്ള നിലക്കാണ്. അങ്ങനെ വണ്ടി ഇങ്ങനെ മൂവ് ചെയ്തപ്പോ നമ്മുടെ വണ്ടി അപ്പുറത്തോട്ട് കയറി. അതിന്റെ ആ പാർക്കിങ്ങിന്റെ ഫ്രണ്ടിലെ മുറ്റത്ത് കയറിയപ്പോ മൂപ്പര് ഇങ്ങനെ അങ്ങനെ കൈകൊണ്ടിട്ട് ഞാനും കാട്ടി കൈകൊണ്ട് അത് നിർത്തി. ഞാൻ പറഞ്ഞ ഡ്രൈവറോട് നിർത്തുക വണ്ടി. ഞാൻ ഡോർ തുറന്ന് പുറത്തിറങ്ങി, മന്ത്രി അപ്പുറത്ത് ഡോർ തുറന്ന് പുറത്തിറങ്ങി. മൂപ്പര് ഇങ്ങനെ മുന്നിൽ കൂടെ വന്ന്, ഞാൻ ബാക്കിൽ ഇറങ്ങി, ബാക്കിലൂടെ വന്ന് ഞാൻ ഇങ്ങനെയും മൂപ്പര് അങ്ങനെയും പോകും. ചുരുക്കി പറഞ്ഞാൽ 2ാമത് വന്ന് ഞങ്ങൾ ഷെയ്ക്കാൻ ചെയ്ത് വിട്ടു. അപ്പോഴത്തേന് മൂപ്പര് ആൾക്കാർക്ക് പുറക്കണം, വീഡിയോ എടുക്കണം, എന്തൊക്കെ എടുക്കണ്ട്. നമ്മൾ ശ്രദ്ധിച്ചില്ല. പിറ്റേന്ന് എന്താണ് കണ്ടില്ലേ, മുഹമ്മദ് റിയാസിന്റെ മനസ്സിന്റെ എന്താ പറയാ, എന്ത് വിട്ടുവീഴ്ച. ഏത് ശത്രുവിനെ കണ്ടാലും കെട്ടിപ്പിടിച്ച് ഉമ്മ വെക്കുന്ന ഈ മന്ത്രിയുടെ മഹാമനസ്കതയെ കുറിച്ച് എന്താണ് നിങ്ങൾ മനസ്സിലാക്കിയിട്ട്? അല്ലാഹു അക്ബർ. മനസ്സിലായില്ലേ? ഇതാ ഏർപ്പാട്. ഞാൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങാതെ ബലം പിടിച്ചാൽ ഇരുന്നിട്ട് മൂപ്പര് വന്ന് ഞാൻ ചില്ലാത്തി കൊടുത്ത് അതിനോട് കൂടെ കൈ എന്നിട്ട് ഇങ്ങനെയൊക്കെ ആക്കുകയാണെങ്കിൽ ഇതൊക്കെ പറയാം. ഞാൻ എന്റെ വണ്ടിയിൽ നിന്ന് ഇറങ്ങി, മൂപ്പര് വണ്ടിയിൽ നിന്ന് ഇറങ്ങി, 2 ആൾ കൂടി കണ്ടു മുട്ടിയപ്പോ അതുകൊണ്ട് എന്നോ കരുതിക്കോളി ഓർമ്മ. ഈ തരത്തിലുള്ള ഗിമ്മിക്കുകൾ കാണിച്ചിട്ട് മനുഷ്യൻ എന്നറിയോ
ഇതിലെന്തും നടത്താല്ല ഈ സ്ഥാനത്ത്. എനിക്കിപ്പോ ഈ പറഞ്ഞ വഴിക്ക് ഫോൺ ചെയ്യാൻ മാത്രമേ ഒരു മെസ്സേജ് അയക്കുന്നു. എന്റെ വിവരം എത്രയുള്ള ഒരു കുറിച്ച്. പക്ഷെ ഇതിലൊക്കെ പ്രാവീണ്യം നേടി കുറെ ആൾക്കാരായിട്ട് നടന്നിട്ട് എന്താ പറയാ അട്ടിമറിക്കുന്നതാണ്. ഇങ്ങനെയൊന്നും ഇത്രയൊന്നും ചീപ്പായിട്ടുള്ള എന്താ പറയാ പൊളിറ്റിക്സ് ദയവായി നടത്താൻ ശരിയാണ്. നിയമസഭ തുടങ്ങിയിട്ട് 3 ആഴ്ചയായി. അറിയുന്നത് അവര് പോയത് എത്ര ദിവസം അറിയോ? ഇന്നടക്കം 4ാമത്തെ ദിവസം. 3 ആഴ്ചയിലേക്ക് പിണറായി ഗവൺമെന്റിന്റെ അവസാനത്തെ നിയമസഭാ സമ്മേളനം അവിടെ കെട്ടിപ്പിടിച്ച് നിലവിളിച്ച് എല്ലാവരും ആരൊക്കെ ഇങ്ങോട്ട് വരില്ല എന്നൊന്നും അറിയില്ലല്ലോ. അങ്ങനെ നടക്കുന്ന കാലത്ത് ആ സഭയിലുണ്ടാണ്ട് ഉത്തരവാദിത്തപ്പെട്ട ഒരു മന്ത്രി അവസാനമായിട്ട് ഈ നാടിനെന്തെങ്കിലും ചെയ്യാൻ ഉത്തരവാദിത്തപ്പെട്ട മന്ത്രി സഭയിലില്ല. ഇതിലെങ്ങനെ നടക്കുക? എന്തിപ്പോ ഇങ്ങനെ നടക്കും? വല്ലാത്തൊരു നടത്താനുള്ളൂ. അപ്പൊ നമുക്കും കുറെ ബന്ധുക്കളും സുഹൃത്തുക്കളൊക്കെ ഇവിടെ ഉണ്ട്. അപ്പൊ ഞാനും ഇവിടെയൊക്കെ ഇങ്ങനെ കണ്ട് അവരുമായി ബന്ധപ്പെട്ടവരെ കണ്ട് ഇവിടുത്തെ രാഷ്ട്രീയത്തെ ചോദിച്ച് പഠിച്ച് അങ്ങനെ പോവുക. ഞാൻ പോയ സ്ഥലത്ത് മുമ്പിൽ എന്റെ കുടുംബക്കാരായിട്ട് പോയതിന് എന്ത് ചെയ്യാൻ പറ്റും? എന്നിട്ട് രാവിലെ 7 മണിക്ക് വിളിക്കണം. ഹലോ, റിയാസാണ്. പിന്നെ ഞാൻ പോണ വഴിക്കൊന്ന് കയറുന്ന ഒരു കാൽച്ചായ വിളിക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. എന്താ ബുദ്ധിമുട്ട്? പേര് നിങ്ങൾ കാൽച്ചായല്ലോ, ചെറിയ കടിയടക്കാൻ മനുഷ്യന് പറയാൻ പറ്റുള്ളൂ. ഉച്ചയാകുമ്പോൾ 11 മണിക്ക് വേറൊരു ഫോണ്. പിന്നെ ഞാനിവിടെ അങ്ങനെ ചുറ്റുപാട്ട് കുറച്ച് ബുദ്ധിമുട്ടില്ലെങ്കിൽ ഉച്ചഭക്ഷണം ഉള്ള ഭക്ഷണം മതി, ഞാൻ വരാം. എന്നിട്ട് ഇവരെ ഇന്നെ വിളിക്കുക, പൊന്നാര അന്വർക്ക അതൊന്നും വിചാരിക്കുന്നില്ല. മുമ്പ് വരാന്ന് അറിയുമ്പോൾ വരണ്ടെന്ന് പറയാൻ പറ്റും. നടക്കട്ടെ, കുഴപ്പമില്ല. അപ്പൊ ഈ രീതിയിൽ ഇതിനൊന്നും ഒരു ആവശ്യമില്ല. ഇവിടെ കിടന്നിട്ട് ഈ എന്താ പറയാ ഈ ശ്വാസം വലിക്കേണ്ട കാര്യമില്ല. മനുഷ്യന്മാരോട് മര്യാദയ്ക്ക് നിൽക്കുകയും മനുഷ്യരുമായി ഇടപെടുകയും മനുഷ്യരുടെ ആവശ്യങ്ങൾ നിറവേറ്റുകയും ചെയ്യണമെങ്കിൽ ഒരു കുഴപ്പമില്ല. ഞാൻ 2016 ജയിച്ചിട്ട് 2021 തെരഞ്ഞെടുപ്പിൽ ഞാൻ ഇല്ല എന്ന് പറഞ്ഞാണ് ഞാൻ ഇവിടുന്ന് പോയതാണ്. നിങ്ങൾക്കറിയാം. ജനങ്ങളുടെ ഉത്തരവാദിത്തം പരിപൂർണമായി എന്താ പറയാ നിർവഹിച്ച് 7 ആള് സ്റ്റാഫിന് ശമ്പളം കൊടുത്ത നിലമ്പൂർ MLA ഓഫീസ് പ്രവർത്തിച്ചിരുന്നു. സർക്കാർ ഒരാൾക്കാർ ശമ്പളം തരിക. ജനങ്ങളുടെ എല്ലാ വിഷയങ്ങളും പരിഹരിച്ചു കൊടുത്താൽ മുന്നോട്ട് പോയത്. കേരളത്തിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി ഏറ്റവും കൂടുതൽ വാങ്ങിയ മണ്ഡലത്തിന്റെ പേര് നിലമ്പൂരാണ്. ചികിത്സാ ഫണ്ട് ഏറ്റവും കിട്ടിയ മണ്ഡലത്തിന്റെ പേര് ഈ പറയുന്ന നിലമ്പൂര. ഞാനിങ്ങനെ ആലോചിച്ചു ഏതാ നല്ലത്. കാരണം ഈ 6-7 ആളെ വെക്കാനും ഒരു 1.5 ലക്ഷം റുപ്യ മാത്രമേ ശമ്പളം കൊടുക്കണം. പക്ഷേ ആ 1.5 ലക്ഷം റുപ്യ നമ്മൾ ശമ്പളത്തിന് ചെലവാക്കിയാലും സർക്കാരിൽ നിന്ന് ഇത്രയും കിട്ടുന്ന ദുരിതാശ്വാസങ്ങൾ ഒരു മണ്ഡലത്തിൽ ആവറേജ് 25-30 ലക്ഷം റുപ്യ 25,000 50,000 1 ലക്ഷമായിട്ടും ചികിത്സക്കും ബാക്കിയിലും സർക്കാരിന് വാങ്ങിക്കൊടുക്കുമ്പോൾ ആ 30 ലക്ഷത്തിന്റെ ഉപകാരം നാട്ടിലെ ജനങ്ങൾക്ക് കിട്ടുകയാണ്. അപ്പൊ ഞാൻ 1.5 ലക്ഷം റുപ്യ ചെലവാക്കിയാൽ എനിക്ക് കിട്ടുന്ന ലാഭം 28 ലക്ഷം റുപ്യ ആവറേജ്. ഞാൻ ആ കണക്കാ കൂട്ടിയത്. ജനങ്ങളുണ്ടാകും, അതിന് തർക്കമൊന്നുമില്ല. പിന്നെ ഞാൻ തെരഞ്ഞെടുപ്പിന് വരുന്നത് തെരഞ്ഞെടുപ്പിന്റെ ഒരു 4 മാസം മുമ്പ് പോയിട്ട് നോമിനേഷൻ കൊടുക്കുന്നതിന് 1 ആഴ്ച മുമ്പാണ്. ഇതെല്ലാം സംഭവിച്ചോ? ഞാൻ എവിടെയും ഈ പറഞ്ഞ മാതിരി ചായ കുടിക്കാനും ഓടാനും ജനങ്ങൾക്ക് അറിയാതെ. ജനങ്ങൾ ഇപ്പൊ എന്തിനാ ഈ വികസന ജാഥ നടത്തുന്നത്? വികസനം എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് അറിവുണ്ടാവണം, അനുഭവിക്കണം ജനങ്ങൾ. പിന്നെ അതിന്റെ ആവശ്യമില്ലല്ലോ. അതിലും വലിയൊരു ജാഥ പോയിട്ടുണ്ട് ഗോവിന്ദ മാഷ്. അത് കാര്യം ശ്രദ്ധിച്ചങ്ങൾ അതിൽ പോസ്റ്ററിലെ കാര്യം ഈ കഴിഞ്ഞ 10 കൊല്ലത്തിന്റെ ഇടയ്ക്ക് പിണറായി വിജയന്റെ പോസ്റ്റർ ഇല്ലാത്ത ഏതെങ്കിലും ഫോട്ടോ ഇല്ലാത്ത ഏതെങ്കിലും സാധനം ഈ നാട്ടിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? 10 കൊല്ലത്തെ വികസനം പറഞ്ഞുകൊണ്ട് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി നടത്തുന്ന ജാഥയിലുള്ള പോസ്റ്ററിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഒരു ഫോട്ടോ പോലും ഇല്ല. എന്താ പറ്റി? നിങ്ങൾ സഖാക്കളോട് ചോദിക്കുന്നത് ഈ 9.5 കൊല്ലം ഒരു പഞ്ചായത്തിൽ ഒരു കക്കൂസ് ഉദ്ഘാടനം ചെയ്യുകയാണെങ്കിൽ കേരള ഗവൺമെന്റ് എഴുതിയിട്ട് ആ പ്രദേശത്തെ MLAയുടെയും മന്ത്രിയാണെങ്കിൽ മന്ത്രിന്റെയും അതിന്റെ ഒപ്പം മുന്നിൽ മൂപ്പര ഫോട്ടോ വെച്ച് നടത്തിയ സഖാക്കൾ എന്റെ ഈ 9.25 കൊല്ലത്തിന്റെ അവസാനത്തിൽ
പാർട്ടി നടത്തുന്ന ഈ വികസന ജാഥയുടെ പോസ്റ്ററിൽ, ഒരു ബാനറിൽ, ഒരു ഹോർഡിംഗിൽ പിണറായി വിജയന് ഫോട്ടോ വെക്കാത്തത്? അതിനെ ഞാൻ ഈ പറഞ്ഞ പ്രണായസം വെച്ച വിവരം അറിയും. മനസ്സിലായില്ലേ? ആ ഫോട്ടോ പോലും കാണുന്നത് കേരളത്തിലെ സാധാരണക്കാരായ ജനങ്ങൾ വെച്ചു. അവിടെ എത്തിച്ചു കേരളത്തെ. അതിനെ മറികടക്കാനാണ് നമ്മൾ ഈ മുന്നോട്ട് പോകുന്നത്. പ്രതിപക്ഷ നേതാവ് പറയുന്നത് പോലെ ടീം UDF ഒന്നൊരുങ്ങിക്കോളികള്. 100 ക്രോസ് ചെയ്യുന്ന രാഷ്ട്രീയ ചിത്രങ്ങൾ. ഒരു അമ്പലം, ഒരു പള്ളിയും ഒന്നുമില്ല. ഇവർ കൊള്ളടിക്കാൻ ബാക്കി ഒന്നുമില്ല. എല്ലാ മതസ്ഥരും തിരിച്ചറിയാണ്. അതിന്റെ ഒരു മാറ്റം ഇവിടെ ഉണ്ടാകും. അതുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. അത് നിർത്തിയാൽ പോകാൻ വിചാരിച്ചിരിക്കാൻ മുജീബൊക്കെ ചെയർമാനെ പഴകിക്കണമെന്നുണ്ട്. ഏതായാലും കൂടെ ഞാൻ അവസാനിപ്പിക്കുകയാണ്. എന്തായാലും ഇവിടെ ഈ മുനിസിപ്പാലിറ്റിയിലെ UDFന്റെ മെമ്പർമാരെ വോട്ട് ചെയ്ത് വിജയത്തിലെത്തിച്ച ഈ മുനിസിപ്പാലിറ്റിയിലെ മുഴുവൻ ജനങ്ങളോടും അവരോടുള്ള നന്ദിയും സ്നേഹവും ബഹുമാനവും ആദരവും അറിയിക്കുന്നതോടൊപ്പം എല്ലാ മെമ്പർമാർക്കും, എല്ലാ നേതാക്കന്മാർക്കും, എല്ലാ പ്രവർത്തകർക്കും ഹൃദയപൂർവ്വം അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു.